കേരളത്തിലെ ഫസ്റ്റ് ട്രാൻസ്ജെൻഡർ മാലിക പണിക്കർ എപ്പോ പറഞ്ഞു? എവിടെ പറഞ്ഞു? എന്നാണ് പല ആൾക്കാരും എവിടെ പറഞ്ഞു? എനിക്ക് ഞാൻ പറഞ്ഞിട്ട് എൻ്റെ ഇന്റർവ്യൂവിൻ്റെ നിങ്ങൾ എടുത്ത ഇന്റർവ്യൂവിലാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എൻ്റെ അടുത്ത് തന്നെ ജാസി പറഞ്ഞ ഇന്റർവ്യൂവിൽ ചോദിച്ചതാണ്, ഞാൻ സർട്ടിഫിക്കറ്റ് വന്നിട്ട് കാണിച്ചു കൊടുക്കണോ? ആർക്ക്? ഈ ജാസി തന്നെ ഹെല്ലോസ് പാട്ടിനെ വിളിച്ചിട്ട് തുണി പൊക്കി കാണിച്ച് വീഡിയോ കോൾ ചെയ്തു. ഞാൻ നടന്നു വരുമ്പോഴേക്കും 4 ബൈക്കിൽ വന്ന ആൾക്കാർ പറയും നിങ്ങളുടെ റേറ്റ് എന്താണെന്ന് ചോദിച്ചു. അതിനുള്ള അപ്പൊ അത് പേടിയില്ലേ? അതിന്റെ കാരണം നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർ തന്നെയല്ലേ. സ്ട്രീറ്റിൽ പോയിട്ടും പോലീസ് എന്നെ അടിക്കില്ല. എന്നെ പോലീസ് അടിക്കാൻ വരാൻ ആലോചിക്കും. എന്തിനാ? നമ്മൾ അങ്ങനത്തെ ഒരു കാര്യത്തിന് ഞാൻ പോയി നിൽക്കില്ല. ഇന്നിപ്പോൾ ഞാനും പോലീസ് സ്റ്റേഷനിൽ പോയി നിന്നു. അവർക്ക് എന്നെ ആരാണെന്നും കൂടി മനസ്സിലായി. സ്വന്തമായിട്ട് സ്വന്തം കാര്യം നോക്കി ജീവിച്ചു കഴിഞ്ഞാൽ യാതൊരു പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, നിങ്ങൾ പലപ്പോഴും, ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കണം, നിങ്ങൾ പലപ്പോഴും ഈ സെക്സ് വർക്ക് ചെയ്തത് ഒരു എന്തിനാ പോണത്, അത് ഇങ്ങനെ ജീവിച്ചൂടെ അങ്ങനെ ജീവിച്ചൂടെ എന്ന് പലവരോടും നിങ്ങൾ ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഐ റിയലി ഫീൽ റീസെൻ്റ്ലി നമ്മുടെ ചാനലിൽ ഒരുപാട് ഇൻ്റർവ്യൂസ് വന്നു. ഈ ഒരുപാട് ഇൻ്റർവ്യൂസിൽ 2 or 3 എയറിൽ കയറിയിട്ടുള്ളത്. ഈ എയറിൽ കയറിയതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ അവർ സെക്സ് വർക്കറാണ്, അവർ ട്രാൻസ്ജെൻഡർ ആണ്, അവർക്ക് നിറമില്ല, അവർക്ക് സൊസൈറ്റിയിൽ എന്ത് മെസ്സേജാണ് കൊടുക്കണേന്നൊക്കെ പറഞ്ഞിട്ടാണ് കൂടുതലും കമൻറ്റ് ബോക്സിൽ വന്നിട്ടുള്ളത്. നമ്മുടെ ഈ ചാനലിന് ഉദ്ദേശിക്കുന്നത് സെലിബ്രിറ്റീസിനെ മാത്രം ഇൻ്റർവ്യൂ എടുക്കാമെന്നല്ല, ഒരു സാധാരണക്കാരൻ ലൈഫിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ മോട്ടീവ്. അല്ലാതെ സെക്സ് വർക്ക് പ്രൊമോട്ട് ചെയ്യാനോ ട്രാൻസ്ജെൻഡേഴ്സിനെ പ്രൊമോട്ട് ചെയ്യാനോ കൊലപാതകം പ്രൊമോട്ട് ചെയ്യാനോ മോഷ്ടിക്കാനോ എന്നല്ല നമ്മൾ പറയുന്നത്. സാധാരണക്കാരുടെ ഇടയിൽ ഇങ്ങനെയുള്ള ആൾക്കാർ ജീവിക്കുന്നുണ്ട്, അവരുടെ ജീവിത അനുഭവങ്ങൾ നിങ്ങളെ എത്തിക്കുക എന്നുള്ളതാണ് മൈ മീഡിയ ഒറിജിനൽസിൻ്റെ ഉദ്ദേശം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ സ്റ്റോറീസ് പറയാനുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞങ്ങൾക്കൊരു DM ചെയ്താൽ മതി, വി വിൽ ഗെറ്റ് യു. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ട്രാൻസ്ജെൻഡേഴ്സിന് ഒരു പുതിയ പേരിട്ടതും, ഒരുപാട് പേരുകൾ, ഒരു പുതിയ പേരല്ല, ഒരുപാട് പേരുകളിട്ട് എയറിൽ കയറ്റുകയും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ശരിയല്ല, അദ്ദേഹം ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നൊക്കെ ചോദ്യങ്ങൾ വന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ കൂടെ നിന്ന് ജോയിൻ ചെയ്തത്. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ മീഡിയ ഒറിജിനൽസ്. ദിസ് ഇസ് ആർജു കിരൺ വിത്ത് യു. അപ്പോൾ ഞാൻ പേരുകൾ പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, അക്കട പക്കട ഡിങ് ഡോങ് പരിണീതി എന്നൊക്കെ പറഞ്ഞ ഒരു വ്യക്തിയാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്, മാലിക പണിക്കർ. വെൽക്കം ടു അവർ ഷോ. നമസ്കാരം. അപ്പോൾ നമ്മൾ വീണ്ടും കണ്ടുമുട്ടിയിരിക്കുകയാണ്. അപ്പോൾ ചോദ്യം വരും, എന്തിനാണ് വീണ്ടും ഇവരുടെ ചാനൽ എടുത്തിരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം വരും. എന്താണ് വിശേഷങ്ങൾ, പുതിയ വിശേഷങ്ങൾ? ഏറ്റവും കൂടുതൽ ഞാൻ പറയണമെങ്കിൽ ഈ ചാനലിൻ്റെ, നിങ്ങൾ പറഞ്ഞല്ലോ ഇപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സ്, സെക്സ് വർക്കേഴ്സ് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ, ആക്ച്വലി നമ്മൾ മനുഷ്യന്മാരല്ലേ, നമ്മളെല്ലാവരും. അതെ. ഇന്ന് ഏതൊക്കെയാണ് പാതാളത്തിലുണ്ടായിരുന്ന കാര്യങ്ങൾ ഇല്ലേ, അത് വെളിച്ചത്തിൽ കൊണ്ടുവരണമെങ്കിൽ സൂര്യ വെളിച്ചം തട്ടണം. അപ്പം അതുപോലെ നിങ്ങളുടെ പോലെയുള്ള ചാനലാണ് ഇതിനെയൊക്കെ ഒന്നൊന്നായിട്ട് കൊണ്ടുവരും. ഇതിപ്പോൾ റീസെൻ്റായിട്ട് ഇത്രയും കാലം ചെയ്യാണ്ട് ഒരു മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ആവശ്യമാണോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതെ. സൊസൈറ്റിക്ക് ഇന്ന് ഈ മീഡിയ ഇത്രയും അവയർനെസ് കൊടുക്കുമ്പോൾ വരുന്ന തലമുറയ്ക്ക് അതൊരു വലിയൊരു എടുത്തുകാട്ടാണ്. മനസ്സിലായുള്ളൂ. ആർക്കും എന്തും ചൂസ് ചെയ്യാം, ആരെയും എങ്ങനെയെങ്കിലും നമ്മൾ അവഗണിക്കുക എന്നുള്ളത് തെറ്റാണ്. സത്യം അറിയണം. അപ്പോൾ സത്യങ്ങൾ പലതും മറഞ്ഞിരുന്നതാണ്. ഈ അരമണ രഹസ്യം എന്ന് പറഞ്ഞിട്ട് പലതും മറച്ചു വെച്ചുകൊണ്ടിരുന്ന കാലത്ത് ആൾക്കാർക്ക് എന്തിനാണ് ഇതൊക്കെ ചെയ്ത്, എന്തിനാണ് ഈ പോളിസിയൊക്കെ, എന്തിനാണ് ഈ കുടുംബത്തിലും ഓരോരോ പരമ്പരയായിട്ട് കൊണ്ടുവന്ന കാര്യങ്ങളൊന്നും ആർക്കും തെളിവുണ്ടായിരുന്നില്ല, അതിനൊരു സാക്ഷിയില്ല. പറഞ്ഞു, കേട്ടു, കണ്ടിന്യൂ ചെയ്തു. തലകൂടെ മുണ്ടിട്ട് നടന്നിരുന്ന ആൾക്കാരൊക്കെ മാന്യന്മാരും എല്ലാം വിളിച്ചു പറയുന്നവരൊക്കെ മോശക്കാരെന്നാണ് നമ്മുടെ സമൂഹം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ പൊളിറ്റീഷ്യൻസ് തന്നെ തെറ്റാണല്ലോ. അതെ. അപ്പോൾ പിന്നെ ഗവൺമെൻറ് തന്നെ ഉണ്ടാവാൻ പാടില്ല. എന്താണ്, ഗവൺമെൻറ് ഇന്ന് വോട്ട് വാങ്ങണതിന് എല്ലാം വിളിച്ച് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞിട്ടാണല്ലോ അവർ വോട്ട് വാങ്ങുന്നത്. എന്നാൽ പിന്നെ അവരാരും പറയാൻ പാടില്ല. എന്നാൽ പിന്നെ മന്ത്രിസഭയില്ല, ഈ ലോകമില്ല. പിന്നെ ഇന്നിപ്പോൾ പറഞ്ഞ പോലെ ഇപ്പോൾ വാർ നടക്കാൻ പോണു, അതും കൂടി ഇപ്പോൾ ഈ ഒരു ചെറിയൊരു സംസാരം കൊണ്ടാണല്ലോ, ഓരോരുത്തരുടെ ഈഗോ ക്ലാഷ് കൊണ്ടാണ് ഇന്ന് വേൾഡ് മുഴുവനും. അപ്പോൾ അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ദർ ഇസ് നോ എൻഡ്. ഓക്കെ. അപ്പോൾ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ മാലിക പണിക്കർ പറഞ്ഞ പല കാര്യങ്ങളും ശരിയല്ല എന്ന് നമ്മുടെ ചാനലിൽ വന്നിരുന്ന ആൾക്കാർ പറഞ്ഞു, കമൻറ്റ് ബോക്സിൽ വന്നു, നമുക്ക് പേഴ്സണലായിട്ട് DM വന്നു. ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി മാലിക പണിക്കർ എന്ത് ചെയ്തു എന്നുള്ളതാണ് ചോദ്യം. ശരി,
ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി കേരളത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിക്കുകയാണെങ്കിൽ പറയാം. പക്ഷെ ട്രാൻസ്ജെൻഡർ എന്ന് പറയണത് ഈ ലോകം മുഴുവനും എല്ലാവിടെയും ഉണ്ട് ഇല്ലേ? നമ്മൾ വെറും കേരളത്തിൻ്റെ ഉള്ളിലുള്ള ഒരാൾക്കാർ. ഇപ്പം ഞാൻ ഈ ഇൻ്റർവ്യൂ കൊടുത്ത് പോയതിന് ശേഷം ഇന്ന് രാവിലെ ഞാൻ ശരവണഭവനിൽ കയറുമ്പോഴും കൂടി മാലിക മണിക്കരാണല്ലോ എന്ന് പറഞ്ഞിട്ട് സന്തോഷത്തോടെ എൻ്റെ അടുത്ത് വന്നിരുന്ന് അവർ സീറ്റ് ഷെയർ ചെയ്തിട്ടാണ് ഇരുന്നത്. ഞാൻ ചോദിക്കുകയാണെങ്കിൽ ആൾക്കാർ പറയണത് നമ്മളെ കാണുമ്പോൾ 1.5 കിലോമീറ്റർ തള്ളി നിന്ന് ആൾക്കാർ നമ്മളെ നോക്കുന്നു എന്ന് പറയുന്നുണ്ട്. അത് വിട്ട് ഇന്ന് അടുത്ത സീറ്റിലിരിക്കുന്ന അളവിന് വരികയാണെന്നുണ്ടെങ്കിൽ മാലികടയിലെ ഒരു സത്യമോ മാലികടയിലെ ഒരു ഒറിജിനാലിറ്റിയോ മാലിക പറഞ്ഞ കാര്യത്തിന് ഇന്ന് കേരളത്തിലും പല ലോകത്തിലുള്ള എല്ലാ കേരളീയമായിട്ട് ആൾക്കാരും ആരൊക്കെ എൻ്റെ ഇൻ്റർവ്യൂ കേട്ട് മനസ്സിലാക്കിയോ അവരെല്ലാവർക്കും ഒന്നേ പറയാനുള്ളൂ, മാലിക പറഞ്ഞതിലൊരു സത്യം. ഞാൻ പറഞ്ഞ സത്യം കൊണ്ടാണ് പലവരുടെ നുണയും അടിച്ചുപോയി. അത് കഴിഞ്ഞിട്ടാണ് ഇൻ്റർവ്യൂയുടെ മാലകൾ വന്നത് കേട്ടോ. എൻ്റെ പേരിൻ്റെ പേര് തന്നെ മാലിക എന്നാണ് പേര്. അപ്പോൾ ഇൻ്റർവ്യൂ മാലികൾ പലതും ഇങ്ങനെ അടിച്ചടിച്ചടിച്ചടിച്ചടിച്ച് വന്നത്. അതിനുശേഷം ഞാൻ ഈ 4 മാസം ഞാനിവിടെ ഇല്ല. എല്ലാം നിങ്ങളുടെ അമന്നല്ലോ. അതെന്ത് പറ്റി? ഇവിടെ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. ഞാൻ എന്നെ പറഞ്ഞ ആൾക്കാർക്ക് ആ കമൻറ്റ് ബോക്സിൽ പോയ പലവരും അതിനുള്ള മറുപടി എനിക്കെതിരായിട്ട് സംസാരിച്ചവർക്ക് നല്ല കൊടുത്തിട്ടുണ്ട്. ആരാണ് സത്യം പറയണത്, ആരാണ് നുണ പറയണത്, ആരാണ് എന്താണ് അണ്ടർ ദ പാൻറ് എബോ ദ പാൻറ്, എല്ലാം ക്ലിയറായിട്ട് ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ട്. കേരളത്തിൽ വിവരമുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ചോദ്യങ്ങൾ വരാനും അവരെ നമ്മൾ തൃപ്തിപ്പെടുത്താൻ അത്ര ഈസിയല്ല. സോ അക്കട പക്കട എന്ന് പറഞ്ഞത് ഞാൻ ഒരാളെ മെൻഷൻ ചെയ്തതാണ്. അതിനെ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ തന്നെ ആൾക്കാരും അതിനെ വന്നിട്ട് മേഘം അതിനെന്ത് ചെയ്തു, ഞാൻ ഇനി വളരാൻ പാടില്ല. മാലിക ഓവർനൈറ്റ് സ്റ്റാറായതാണ് കേരളത്തിൽ. എൻ്റെ ജീവിതത്തിൽ ഞാൻ പലതും ചെയ്ത് സ്റ്റാറായിട്ടുണ്ട്. പക്ഷെ അതല്ല കാര്യം. ആൾക്കാർക്ക് എന്താണ് തോന്നുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ഇൻ്റർവ്യൂ ഇവിടെ വന്ന് എനിക്കിവിടെ ജീവിക്കാനും ഇന്ന് ഇവിടെ വേണം എനിക്ക് ജീവനം ഉണ്ടാക്കാനും ഞാൻ എൻ്റെ ലൈഫിൽ ഒരു സർക്കിൾ കഴിഞ്ഞു. അതന്നെ ഹാഫ് എ സെഞ്ച്വറി കഴിഞ്ഞിട്ടിരിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം, എത്ര പേര് നമ്മൾക്ക് കിട്ടിയതിനെ മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് ജീവിതം എൻഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. എനിക്കാരുമില്ല. എനിക്കൊരു കുടുംബം ഉണ്ടെങ്കിലും ഇല്ല. ആൾക്കാരുണ്ടോ? ഉണ്ട്. പക്ഷെ ഉണ്ടോ ചോദിച്ചാൽ ഇല്ല. എല്ലാത്തിലും ഈ പറഞ്ഞ പോലെ നമുക്ക് സത്യം പറഞ്ഞാൽ ഞാൻ തനിയെ വന്നു തനിയെ തന്നെ പോകണം. അതാണ് നമ്മുടെ പോളിസി, ജീവിത രഹസ്യം. ആ ജേർണിയിൽ വരുന്ന സമയത്ത് ഞാൻ പലതും ഞാൻ ഉണ്ടാക്കി വെച്ച കുറേ എൻ്റെ പേരാവട്ടെ പണം ആവട്ടെ പലതും എൻ്റെ നാട്യങ്ങളിൽ ഞാൻ ചെയ്തു വെച്ചിരിക്കുന്ന ഉരുപ്പടികൾ ഇന്നല്ല, ഇന്ന് ഈ മീഡിയ കൂടെയാണ് ആൾക്കാർ ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ മീഡിയ ഒന്നും ഇല്ലാത്ത സമയത്ത് ചെയ്തു വെച്ച റെക്കോർഡുകൾ ഇന്ന് ഞാൻ തൂക്കി മുമ്പിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ ഇന്ന് ഞാൻ ചെയ്തു എന്ന് പറഞ്ഞവരെല്ലാവരും പിന്തങ്ങേണ്ടി വരും. എന്തുകൊണ്ടത് പുറത്തേക്ക് ഇടുന്നില്ല? എന്താ പറഞ്ഞാൽ അത് എൻ്റെ പഴയ ലൈഫാണ്. ഒന്ന് മനസ്സിലാക്കണം. ഇന്ന് ജാസിയുടെ ലൈഫിൽ ഒരു തന്നെ റിഫ്ലക്റ്റ് ചെയ്തത്, തൻ്റെ ജീവിതത്തിൽ തനിക്ക് ഒരു പേര്, എന്ത് പേരാണ്? നുണയൻ. രണ്ടാമത് എന്താണ്? താൻ ഒന്നിനും ഉറച്ചു നിൽക്കുന്ന ഒരാൾ. ആണാണോ? അറിയില്ല. പെണ്ണാണോ? അതും അറിയില്ല. ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ല. ഇങ്ങനെ പല ചോദ്യങ്ങൾക്കും ക്വസ്റ്റ്യൻ മാർക്കിലും ഇരിക്കുന്ന ഒരാൾ മറ്റുള്ളവരെ എങ്ങനെയാണ്, തൻ്റെ സ്വഭാവം കാര്യങ്ങളെല്ലാം ഉണ്ടാവാം, വയസ്സ് എല്ലാം താൻ നുണയാണ് പറയണത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ ഒരു കാര്യം നുണ പറഞ്ഞിട്ട് ഇൻ്റർവ്യൂകൾ എവിടെയും വന്നിട്ടില്ല. എന്തുകൊണ്ട് സത്യം? ഞാൻ ചിലവർക്കൊന്നും ഞാൻ ബൂസ്റ്റ് കൊടുക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ എപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യും എൻ്റെ വായിന്ന് എന്ത് വീഴും അത് പിടിച്ചിട്ട് വേണം ഇന്ന് അവർക്ക് ഇൻ്റർവ്യൂവിന് ജീവിക്കാൻ. ഈ പറഞ്ഞ ഇന്ന് സെലിബ്രിറ്റി ആയിട്ട് ഇന്ന് എന്നെക്കാട്ടിയും വലിയ വലിയ ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്.
പറയാൻ അവർ ആക്ടിവിസ്റ്റാണ്. പിന്നെ സമൂഹത്തിന് വേണ്ടിയിട്ട് ഈ LGBT കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് അവർ ഇത്രയൊക്കെ ചെയ്തിട്ടുണ്ട്, കേരളത്തിൻ്റെ ഉള്ളിൽ ഞങ്ങൾ അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ, ഞാൻ പറയുമ്പോൾ താങ്കൾ പറയുന്നു അവരിത് ചെയ്തു ഇത് ചെയ്യുന്നു, പക്ഷെ അവർ അടി കൊണ്ടതും അവർ ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് അടി കൊണ്ടു, നിരാഹാരം കിടന്നു, ഇതൊക്കെ ഒരു വൺ നൈറ്റ് കൊണ്ട് ഇല്ലാതാവുന്നതാണ് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഗാന്ധിജി എടുത്ത് നോക്കിക്കോളൂ. ഓക്കെ, ഗാന്ധിജിയുടെ മുമ്പിൽ എത്ര പേരാണ് തൻ്റെ ജീവിതം കളഞ്ഞത് അല്ലേ? ഭാരതത്തിന് വേണ്ടി ഇൻഡിപെൻഡൻസ്, അഹിംസ എന്നുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഗാന്ധിജി എടുത്ത സ്റ്റെപ്പ്, അത് കൊണ്ടുവന്ന് താൻ ശാന്തമായിട്ട് കാര്യങ്ങൾ ചെയ്തു, എന്നിട്ട് ഇന്ന് ഫാദർ ഓഫ് നേഷൻ എടുത്തിട്ട് പോയി ഇല്ലേ? അപ്പം ഇതേപോലെ തന്നെ അടിപെട്ടവരും എത്രയോ ആൾക്കാർ മുമ്പ് ഉണ്ടെങ്കിലും, പക്ഷേ ആ ഗാന്ധിജി വന്ന് പറഞ്ഞ കാര്യങ്ങൾ ആൾക്കാർക്ക് ബോധ്യമായതും ആൾക്കാർക്ക് അതുകൊണ്ട് ഇൻഡിപെൻഡൻസ് കിട്ടാനും, നമ്മളിന്ന് ജീവിക്കുന്ന ഈ ഇൻഡിപെൻഡൻസ് എങ്ങനെ കിട്ടി, ഇന്ന് ഞാൻ പറയുന്ന നമ്മുടെ ഈ, ഞാൻ ആ വാർത്ത പറയണോ എനിക്കറിയില്ല, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ ക്ഷമിക്കണം, ഞാൻ ആരെയും ജാതി പറഞ്ഞ് പറയുന്നില്ല. ഷെഡ്യൂൾ കാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് അവർക്ക് വാല്യൂ കിട്ടിയത് ആരുകൊണ്ടാണ്? ഗാന്ധിജി കൊണ്ടുവന്ന ഒരു പോളിസിയാണ്. അവരെയൊക്കെ ഇൽട്രേറ്റ് ചെയ്ത് വെച്ചതുകൊണ്ടാണ് ഗാന്ധിജി അവർക്കൊരു സ്ഥാനം കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു കാര്യം കൊണ്ടുവന്നു. അപ്പോൾ ഇന്ന് അവരുടെ ലെവൽ എവിടെ പോയി? ഇന്ന് എല്ലാവരെക്കാട്ടി മേലെ അവർക്ക് ജോലി ആയാലും എന്തിലും ഇല്ലേ? പക്ഷെ അത് ഇപ്പോൾ മിസ്യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ എന്താണ് അതിന് ഉത്തരം? ആര്? ഈ ലോവർ കാസ്റ്റ് ഇങ്ങനെ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് ഇപ്പോൾ ഗാന്ധിജി തന്നെ പറയാണ്, ഞാനില്ലെങ്കിൽ ഇന്ന് ഇന്ത്യയിലേക്ക് ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ ആളങ്ങനെ പറയുമോ? ജീവിച്ചിരുന്നുണ്ടെങ്കിലും കൂടിയിട്ട് താൻ ചെയ്ത കാര്യം അങ്ങോട്ട് വിളിച്ച് പറഞ്ഞിട്ട് കാണില്ലേ? നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടാവും. യെസ്, എല്ലാവരും എല്ലാ സമയത്തും കേരളത്തിൽ തന്നെ ഇരുന്ന് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഞാൻ കേരളത്തിൻ്റെ വെളിയിലിരുന്നിട്ടാണ് ഞാൻ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്ത് ചെയ്തു എന്നോ, ഇത് ട്രാൻസ്ജെൻഡർക്ക് ഞാൻ ഒരു എക്സാമ്പിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് സെക്സ് വർക്ക് ചെയ്ത അവർക്കൊരു സ്റ്റിഗ്മ കൊടുത്തു, എന്താണ് സെക്സ് വർക്കറാണ്, അവർ നുണ പറയുന്നവരാണ്, അവരിങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ കുറേയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു റെസ്പെക്റ്റ് വാങ്ങി വരാനും പലവരും ഉണ്ട്. അത് സെലിബ്രിറ്റി ആയിട്ട് മാത്രമല്ല, നമ്മുടെ ബിഹേവിയറാണ്. ഇന്ന് പെണ്ണായി ഞാൻ മാറിയിട്ടുണ്ടെങ്കിലും പെണ്ണായിട്ട് ഞാൻ എങ്ങനെ ജീവിക്കണം എന്ന് എന്നെ ഒരു സെറ്റ് എക്സാമ്പിൾ ഞാൻ സിംഗപ്പൂരിൽ കാണിച്ചിട്ട് വന്നു. അവിടെയുള്ള മീഡിയയിലും എല്ലാത്തിലും ഇന്ന് അവിടെയുള്ള അച്ഛനമ്മമാർ തൻ്റെ മക്കൾക്ക് ഓപ്പറേഷൻ ചെയ്തു കൊടുക്കാനും തൻ്റെ കുടുംബത്തിലിരിക്കാനും തൻ്റെ മകളെന്ന് പറഞ്ഞിട്ട് മര്യാദ കിട്ടിപ്പിച്ചതും എത്രയോ ട്രാൻസ്ജെൻഡേഴ്സ് എൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നു. അത് സിംഗപ്പൂരിൽ നിൽക്കുന്നു. കേരളത്തിൽ ഞാനൊരു കാര്യം പറയട്ടെ, കേരളത്തിൽ ഞാൻ ഇപ്പോഴല്ലേ വന്നിട്ടുള്ളൂ ഇല്ലേ? എൻ്റെ നാട്യം വഴിയിൽ ഞാൻ പലതും ചെയ്തിട്ടുണ്ട്. ഞാൻ പല ഇൻ്റർവ്യൂകളും പണ്ട് കൊടുത്തിട്ടുണ്ട്. എന്നെ കണ്ട് ഇൻസ്പിറേഷനായി എത്രയോ പേരുണ്ട്. 2017 എനിക്ക് ഈ ഇതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി കിട്ടിയത്. അതും രഞ്ജുമാർ എന്നെ വിളിച്ചത് കൊണ്ട് ഞാൻ എൻട്രി കിട്ടി. ആ വന്ന സമയത്ത് എത്ര പേര്, അതിനും എനിക്ക് കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു. ഞാൻ അവിടെ പറഞ്ഞു, സാടിയും മീശയും വെച്ചിട്ടുണ്ടായിരുന്ന പലവരെയും ഞാൻ, പക്ഷെ ഓപ്പറേഷൻ ചെയ്ത ആൾക്കാരെയും കൂടി ചേർത്ത് വെച്ച് ഞാൻ പറഞ്ഞു എന്നാണ് എൻ്റെ അടുത്ത് പലവരും വന്ന് ആർഗ്യുമെൻറ്റിന് വന്നത്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ അന്ന് പറഞ്ഞത് ഭൂരിപക്ഷം ആൾക്കാർ അതെന്താ പറഞ്ഞാൽ, അവരെന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്തും നമ്മൾ കൂട്ടിക്കുഴച്ച് പറയാൻ പാടില്ല അത്ര. എനിക്കിതൊന്നും അറിയില്ല. കേരളത്തിൻ്റെ ഉള്ളിൽ ഇത്രയും കോൺട്രവേഴ്സീസും ഇത്രയും കാര്യങ്ങൾ, ഒരു റൂൾസ് റെഗുലേഷൻസ്, ഇതൊന്നും ഞാൻ പഠിച്ചിട്ടല്ല അന്ന് നിങ്ങൾക്ക് ഇൻ്റർവ്യൂ തന്നത്. ഓക്കെ, അതിൽ നമ്മുടെ ഈ കമ്മ്യൂണിറ്റീൻ്റെ ഉള്ളിലുള്ള ആൾക്കാർക്ക് മാത്രമേ അത് തെറ്റ് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുള്ളൂ. എന്തെങ്കിലും കണ്ടുപിടിക്കണ്ടേ? അതിനുവേണ്ടി അവരതൊക്കെ കണ്ടുപിടിച്ച് ഈ അക്കട പക്കട എന്ന് ഇതിനെക്കാട്ടിയും എത്ര വേഴ്സ്റ്റ് ലാംഗ്വേജസ് ഈ മീഡിയയിലെ ആൾക്കാർ പറയുന്നുണ്ട്. മറ്റുള്ളവരൊക്കെ തെറി പറയുന്നുണ്ട് അല്ലേ? ഇതൊരു തെറി വരുന്നല്ല. ഞാൻ അത് ആരെയും കോട്ട് ചെയ്തിട്ടുമില്ല. കോട്ട് ചെയ്തത് ജാസീനെയാണ്, അത് സത്യവുമാണ്. പക്ഷെ അതിനെ എടുത്തിട്ട് ഞങ്ങൾ ആ വകയിലുള്ള എല്ലാവരെയും ചേർത്ത് പറയുന്നു എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് മാനിപ്പുലേഷൻ. അവിടെ ഒരു കറക്ഷൻ ഉള്ളത്, ഇപ്പോൾ താങ്കൾ പറഞ്ഞ് ഞാൻ ജാസീനെയാണ് പോയിന്റ് ചെയ്തതെന്ന് പറഞ്ഞു. ഈ ജാസീനെ പോലെ തന്നെ ആയിരുന്നില്ല താങ്കളും ഒരു പുരുഷനായിരുന്നു, താങ്കൾക്കൊരു ലിംഗമുണ്ടായിരുന്നു. ഇത് സർജറി ചെയ്ത് കഴിഞ്ഞ് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷമല്ലേ താങ്കൾ ഒരു സ്ത്രീയായി മാറിയത്. അപ്പോൾ താങ്കൾ അതിനു മുമ്പ് അക്കട പക്കടയല്ലേ എന്ന് ഞാൻ പറഞ്ഞതല്ല. ഇവിടെ ഇതുപോലെ നമ്മുടെ ചാനലിൽ ഇന്റർവ്യൂ തന്ന മനസ്സിലായി. എന്റെ ചോദ്യങ്ങളല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ തന്നെ രാഗരഞ്ജിനി പറഞ്ഞു, ഞങ്ങളാരും തൻ്റെ പഴയ, ഇപ്പം നിങ്ങൾ ചോദിച്ചില്ല എന്തുകൊണ്ട് പഴയതൊന്നും എടുത്തിട്ടൂടാന്ന്, അത് എൻ്റെ സെൽഫ് റെസ്പെക്റ്റിനും എൻ്റെ സെൽഫ് ഡിഫെൻസുമാണത്. എന്താ പറഞ്ഞാൽ ആൾക്കാർക്ക് നമ്മൾ എന്തിനാണ് വെറുതെ വായിൽ എന്തെങ്കിലും ഇട്ടിട്ട് കടിക്കാൻ കൊടുക്കണതും പിന്നെ അവരെ പറയിപ്പിക്കേണ്ട ആവശ്യം? ഇന്ന്
ഈ പറഞ്ഞ ജാസിക്ക് ഇത്രയും കോൺട്രവേഴ്സി വന്നത് തൻ്റെ പ്രീവിയസ് ലൈഫ് കാണിച്ചിട്ടാണ് അല്ലേ? അപ്പം അതുപോലെ ഞങ്ങൾ എന്തുകൊണ്ട് ഞങ്ങൾ എക്സാമ്പിൾ കാണിക്കണം, പെണ്ണായി ജീവിക്കണമെങ്കിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ളത്. ഞാൻ എന്ത് വെച്ചിരുന്നു, ഞാൻ 40 വയസ്സിൽ വെട്ടിയിട്ട് വന്നു, എന്ത് വെട്ടിയാലും എൻ്റെ ജീവിതത്തിൽ ഞാൻ വെട്ടി കഴിഞ്ഞിട്ടാണ് കേരളത്തിൻ്റെ ഉള്ളിലേക്ക് എന്നെ കാല് വെച്ചത്. എൻ്റെ കേരളത്തിലേക്ക് ഞാൻ കാല് വെക്കുമ്പോൾ പൂർണ്ണ പെണ്ണായിട്ടേ ഞാൻ വരുള്ളൂ എന്ന് 5 വർഷം ഞാൻ നാട്ടിലേക്ക് വന്നിട്ടില്ല. എന്തുകൊണ്ടറിയോ? ഈ നാട്ടിൽ നമ്മളെ അന്നൊന്നും ഈ 2011 ട്രാൻസ്ജെൻഡർ എന്താണെന്നും കൂടി അറിയാണ്ടിരുന്ന സമയമാണ് അല്ലേ? അപ്പോൾ ഞാനിവിടെ വന്നിട്ട് ഞാൻ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് തങ്കം എന്നൊരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു. എനിക്കൊരു വയറ് എന്തോ സ്കോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കൊണ്ടുപോയി. അപ്പോൾ എൻ്റെ പാസ്പോർട്ടും എൻ്റെ കാര്യങ്ങളെല്ലാത്തിനും ഫീമെയിലാണ്. ഞാൻ അവിടെ പോയപ്പോൾ ആ ചെയ്ത ആള് പെട്ടെന്ന് അവിടെ വെച്ചിട്ട് ഓടി, ഡോക്ടറിനെ വിളിച്ചിട്ട് പേടിച്ചോ? ഒരു ഓടിയിട്ട് പെട്ടെന്ന് കൂട്ടിയിട്ട് വന്നു. അപ്പോൾ എന്താ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറയണ, ആ ഡോക്ടർ ഒന്ന് ചോദിക്കുക, നിങ്ങൾ എപ്പോഴാണ് ഗർഭപാത്രം റിമൂവ് ചെയ്തത്? ജസ്റ്റ് ദാറ്റ് ഈസ് ഹൗ എന്നെ കണ്ടവർക്ക് അറിയില്ല. ആ സമയത്ത് ട്രാൻസ്ജെൻഡർ എന്നുള്ളൊരു വിഭാഗം ഉണ്ടെന്നോ അങ്ങനത്തെ ഒന്നും ആർക്കും അറിഞ്ഞിട്ടില്ല, ഒരു ഡോക്ടറിനെ തന്നെ അറിഞ്ഞിട്ടില്ല. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചത് ഗർഭപാത്രം എന്താണ് ഇല്ലാത്തത്. അപ്പം ഞാൻ ചിരിച്ചു. ഞാൻ അതിന് എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞു, ഒന്നും പറഞ്ഞില്ല. ആൻസറും പറഞ്ഞു. എന്തിനറിയോ, നമ്മൾ ഇതൊക്കെ പറയാൻ നിന്നാൽ പിന്നെ എല്ലാ ഹിസ്റ്ററിയും പറയണം. ആ സമയത്ത് എനിക്ക് പറയേണ്ടതും മറ്റുള്ളവരെ പേടിപ്പിക്കേണ്ടതും ഒരാവശ്യമില്ല. ഇന്ന് ഞാൻ പോയിട്ടുണ്ടെങ്കിൽ ആരും അത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്, എന്നാൽ അത്രയും എക്സ്പോഷർ കിട്ടിയിട്ടുണ്ട് ഇല്ലേ? അപ്പോൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, എൻ്റെ 2011 എൻ്റെ ആർട്ടിക്കിളാണ് ആദ്യമായിട്ട് ഒരു ട്രാൻസ്ജെൻഡർ ഈവൻ ഇന്ന് കർണാടകയിൽ ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട് ആൾക്കാർ. ഞാൻ 2009 വൺ ഡേ ഓൾ ദ പേപ്പേഴ്സ് ഓഫ് കർണാടക എൻ്റെ ബെസ്റ്റ് ചാനൽ ഏഷ്യാനെറ്റിൻ്റെ ഒരു ബെസ്റ്റ് ചാനൽ, അവരൊരു ലിങ്ക് ചാനലുണ്ട്, കന്നഡത്തിലാണ് ഞാൻ സംസാരിച്ചത്. അന്ന് എന്നെ റിലീസ് ചെയ്തു. പിറ്റേ ദിവസം ഹിന്ദു മാത്രം എന്നെ എടുക്കാൻ വന്നില്ല. ഹിന്ദുവിനെ എടുക്കാൻ വരാത്തത് കൊണ്ട് അതിൻ്റെ ടോപ്പ് ആൾ പറഞ്ഞു, എന്തുകൊണ്ട് നിങ്ങൾ അവരെ പോയി എടുത്തേ? അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, അന്ന് എനിക്ക് കിട്ടിയ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് അത്രയും ഒരു ഹൈപ്പ് ഉണ്ടായിരുന്നു. അന്ന് ആർക്കും അറിയില്ല. അപ്പോൾ ഞാൻ അന്ന് ഞാൻ കൊടുത്ത ഇൻ്റർവ്യൂ പലവരും കണ്ടിട്ടുണ്ട്. ഡാൻസ് സർക്കിളിൽ എല്ലാവർക്കും അറിയും. അവർക്ക് എല്ലാവർക്കും ഞാൻ ഇൻസ്പിറേഷനാണ്. എന്താ പറഞ്ഞാൽ, മാലിക മാറിയാലും മാലിക പെണ്ണായിട്ട് ജീവിച്ച് കാണിച്ചു കൊടുത്തു. ഡാൻസർ ഒരു പെണ്ണെങ്ങനെ കളിക്കണമെന്ന് കാണിച്ചു കൊടുത്തു. ഇത് എൻ്റെ ആർട്ട് ബേസിൽ ഞാൻ ഒരു എക്സാമ്പിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് കേരളത്തിൽ എന്നെ പിന്നെ ഒരു ഡാൻസ് ടീച്ചർ, അതേപോലത്തെ ഒരു ഡാൻസ് ടീച്ചർ കപ്പിളായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നവരാണ്. അവരുടെ പേര് ഭദ്ര. ഞാൻ പേരും പറയാം. അവർക്ക് മാറണം പറഞ്ഞപ്പോൾ ഈ രഞ്ജുമാറാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. മാലിക ഒന്ന് സംസാരിക്കും അവരുടെ അടുത്ത്. അപ്പം അന്ന് ഞാനിവിടെ കേരളത്തിൽ വന്നിട്ട് എത്രയോ ആൾക്കാർക്ക് ഞാൻ അഡ്വൈസ് കൊടുത്തിട്ടുണ്ട്, അവർക്ക് പ്രോത്സാഹനം കൊടുത്തിട്ടുണ്ട്. ഇത് മാറാൻ മാത്രമല്ല, എങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് മാറണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഫോൺ നമ്പറോ അന്നൊന്നും ഈ പറഞ്ഞ വാട്സപ്പൊന്നും അത്ര പെട്ടെന്ന് കിട്ടില്ല. ഫേസ്ബുക്ക് ആയാലും അത്ര പെട്ടെന്നോ എൻ്റെ പേര് അതിൽ മാഡലിൻ പണിക്കരാണ്. ഇന്നും ആർക്കും മാലിക എന്ന് പറഞ്ഞാൽ അടിച്ചു കിട്ടിയാൽ കിട്ടില്ല. അതുകൊണ്ടാണ് എൻ്റെ ലെവൽ കൂടാത്തത്. ഫോളോവേഴ്സ് ആവട്ടെ എല്ലാവരും മാലിക എന്ന് ഇടുന്നുണ്ട്. പക്ഷേ എൻ്റെ പേര് മാഡലിൻ പണിക്കരാണ് പിന്നെ മീഡിയയിലുള്ളത്. പിന്നെ അപ്പം എങ്ങനെ അവർ അത് കണ്ടുപിടിക്കാൻ പറ്റും? അപ്പം അതുകൊണ്ട് എൻ്റെ ലെവലിൽ നോക്കുന്ന സമയത്ത് പലതും ആൾക്കാർക്ക്. പിന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ റോട്ടിൽ പോയിട്ട് ഇരുന്നിട്ടോ അല്ലെങ്കിൽ ഞാൻ പിന്നെ ഇവരുടെ കൂടെ ഞാൻ അങ്ങനത്തെ ഉള്ളൊരു സന്ദർഭം എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ പോയിട്ടുണ്ടാവും. എനിക്ക് കിട്ടിയിട്ടില്ല, അതിൻ്റെ ആവശ്യം വന്നില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ ഞാൻ പറയണത്, എന്തിനാ ഗാന്ധിജിനെ കോട്ട് ചെയ്ത് പറഞ്ഞാൽ, ഗാന്ധിജി എല്ലാവരും ചെയ്തു വെച്ചതിൻ്റെ ഒരു ലെവൽ എത്തിയിട്ടാണ് താൻ പോയത്. ഒരു ലോയറായിട്ട് വന്നു, തനിക്ക് ഈ കഷ്ടമൊന്നും പെട്ടില്ല, ബേസ് ലെവലൊന്നും കിട്ടില്ല. അതുകൊണ്ടൊന്ന് ഗാന്ധിജിനെ നിങ്ങൾ തെറ്റു പറയാൻ പറ്റുമോ? അവരെ ഫാദർ ഓഫ് നേഷൻ എന്തിനു കൊടുത്തു എന്ന് ചോദിക്കാൻ പറ്റുമോ? അതൊരു വലിയ ചോദ്യമാണ്. അതിന് വലിയ ഡിബേറ്റുകൾ സൈഡിൽ നടക്കുന്നുണ്ട്. ആ ടോപ്പിക്കിൽ ഞാൻ കിടക്കുന്നില്ല. നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ മാലിക എന്ത് ചെയ്തു എന്നുള്ളതാണ് ടോപ്പിക്ക്. പിന്നെ മാലികയുടെ ഫ്യൂച്ചറാണ് നമുക്ക് വേണ്ടത്. സോ എന്നൊന്ന് മെൻഷൻ ചെയ്യട്ടെ, ഞാൻ ഈ പറഞ്ഞ നിങ്ങളുടെ തന്നെ രാഗരഞ്ജിനി പറഞ്ഞു ഞാൻ കൊല്ലക്കാരിയാണെന്ന് പറഞ്ഞു. എനിക്കത് തിരുത്തണം. ഞാൻ പാലക്കാട് ജനിച്ചതാണെന്നുള്ളത് പറയും. നിങ്ങൾ വന്നിട്ട് എൻ്റെ വീട്ടിൽ വന്നിട്ടും പോയിട്ട് വന്നത് പാലക്കാട്, നിങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട് പാലക്കാട് അപ്പോഴും രാഗരഞ്ജിനി എന്നെ കൊല്ലക്കാരിയാക്കി. ഇന്ന് ആ പറഞ്ഞ വാർത്ത എല്ലാവരും എന്നെ കൊല്ലക്കാരിയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു മീഡിയന്ന് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എടുത്തു വിടാം, ഒരാളുടെ ജീവിതം തന്നെ മാറ്റാം. അപ്പോൾ എന്ത് ചെയ്തു എന്നുള്ളത്, മാലിക ഇവിടെ വന്നിട്ട് എന്ത് ചെയ്തു എന്ന് എനിക്കിന്നൊരു ക്ലിയർ ആയിട്ടൊരു പിക്ചർ നിങ്ങളുടെ അടുത്ത് പറയണം. ഞാൻ സിംഗപ്പൂരിൻ്റെ ലോവും കാര്യങ്ങളും ഇവിടെ കൊണ്ടുവന്നിട്ട് അടിച്ചമർത്താൻ ഞാൻ വന്നിട്ടില്ല.
ഞാൻ നല്ല കാര്യങ്ങൾ ലോകത്തിൽ എന്ത് നടക്കണമെന്നുള്ളത് പറഞ്ഞിട്ടേ ഉള്ളൂ. അത് എടുക്കുന്നതും എടുക്കാത്തതും അവരവരുടെ ഇഷ്ടമാണ്. ഐ ആം നോട്ട് ഫോഴ്സിങ് എനിബഡി. എനിക്ക് അങ്ങനത്തെ ഉള്ളൊരു ഇതില്ല. അതുപോലെ ഡബിൾ ഗെയിം കളിക്കാൻ എനിക്ക് അറിയില്ല. ഞാൻ എന്തുണ്ടെങ്കിലും സ്ട്രെയിറ്റ് ഫോർ. ഇപ്പം ഇന്ന് എന്നെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞോ, ഇന്ന് ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിലും ഇതിലും അത്ര ആൾക്കാർക്കും ഞാൻ ഈ പറഞ്ഞ കാര്യത്തിന് വേണ്ടിയിട്ട് അവരെല്ലാവരും മാലിക എന്തുകൊണ്ട് പറഞ്ഞു. എന്താ അവർ പറഞ്ഞത്? മാലിക ഇത്ര വയസ്സിൽ മൂത്തത്, സീനിയർ എന്നുള്ളത് ഞാൻ പറഞ്ഞതല്ലാണ്ട് ഞാനാണ് ഫസ്റ്റ് ട്രാൻസ്ജെൻഡർ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതും കറക്റ്റ് ചെയ്യണം. തെറ്റിദ്ധരിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. കേരളത്തിലെ ഫസ്റ്റ് ട്രാൻസ്ജെൻഡർ മാലിക പണിക്കർ പറഞ്ഞു. എവിടെ പറഞ്ഞു? പല ആൾക്കാരും പറഞ്ഞു. എവിടെ പറഞ്ഞു? അതാണ് എനിക്ക് ഞാൻ പറഞ്ഞിട്ട് എൻ്റെ ഇന്റർവ്യൂവിന്റെ നിങ്ങൾ എടുത്ത ഇന്റർവ്യൂവിലാണ് ഞാൻ പറഞ്ഞത്. ഞാൻ സീനിയർ. യെസ്, സീനിയർ എന്നുള്ളത് ഇറ്റ് കംസ് അക്കോർഡിംഗ് ടു യുവർ ഏജ് ആൻഡ് ദ വേ ദറ്റ് ഐ ഹവ് ഡൺ ഓപ്പറേഷൻ. ഇല്ലേ, അതിൽ വന്നതാണ്. ഇന്ന് ഈ പറഞ്ഞ രാഗരഞ്ജിനിയൊക്കെ അവരുടെ ലൈഫിന്റെ സർക്കിൾ എടുത്ത് നോക്കണമെങ്കിൽ പലതും ഉണ്ട്. അതെനിക്ക് അവരുടെ ജീവിതത്തിന്റെ പേഴ്സണലിലേക്ക് പോകാൻ എനിക്ക് ഇഷ്ടമില്ല. പക്ഷേ നിങ്ങൾ എൻ്റെ പേഴ്സണലിലേക്ക് വരുമ്പോൾ ഇപ്പം ഇന്ന് ഈ പറഞ്ഞ ആൾക്കാർ മുഴുവനും എന്താ ചെയ്തിരിക്കുന്നത്? ഇന്ന് സെലിബ്രിറ്റി വേണ്ട, കളറ്, ജാതി, മതം എല്ലാം കൊണ്ടുവന്ന് അവർ നമ്മളെ താത്താൻ നോക്കി. ഞാൻ ആരുടെ അടുത്തും ഞാൻ എൻ്റെ ജാതി പറയാനും പണിക്കർ എന്നുള്ളത് നമ്മുടെ ഫാമിലി പേരിൽ വന്നതാണ്. ഞാൻ വേറെ ആൾക്കാരെ പോലെ പണിക്കരെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ ഇല്ലാത്ത പേരെടുത്തിട്ടില്ല. എൻ്റെ കുടുംബത്തിൻ്റെ പേര് ഞാൻ ഡാൻസിന് അതൊരു പെരുമയാണ്. നമുക്കിവിടെ പിന്നെ ജാതി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടില്ല, എന്താണ് അലവൻസ് കിട്ടില്ല, അത് കിട്ടില്ല. അതല്ല, ഡാൻസർ എന്ന് പറയുമ്പോൾ ലോകം മുഴുവനും നമ്മൾ സഞ്ചരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ സർനെയിം പറഞ്ഞിട്ടൊരു പേരുണ്ട് ഇല്ലേ? അപ്പോൾ ഈ സർനെയിമിൻ്റെ പിന്നാലെ എല്ലാവരുടെയും ഇപ്പോൾ വെളിനാട്ടിൽ പോയാലും ഫാമിലി നെയിംസ് മേക്ക് എ നെയിം, റൈറ്റ്? ഇപ്പം നമ്മളിവിടെ എന്തുകൊണ്ട് ഇത് പറയാത്തത്? നമ്മുടെ സിസ്റ്റം വന്നിട്ടില്ല. നമ്മുടെ പുറത്തൊക്കെ സെക്കൻഡ് നെയിമാണ് ഫസ്റ്റ് കോൾ ചെയ്യുക, ഇവിടെയാണെങ്കിൽ ഫസ്റ്റ് നെയിമാണ് നമ്മളെ വിളിക്കുക. ഉണ്ട്. ഞാൻ പറയണത് എന്തുകൊണ്ട് പറയുന്നില്ല പറഞ്ഞാൽ നമുക്ക് ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല. ഇതാണ് കാരണം അല്ലേ? അപ്പോൾ പലവരും ഇൻ്റർവ്യൂ തന്നെ ഞാൻ പറയട്ടെ, ഇപ്പം എന്നോട് ചിലവരൊക്കെ കണ്ടുകൂടാൻ വന്നു. അവരെൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ ഫുൾ കണ്ടിട്ടേ ഇല്ല, അതും കണ്ടിട്ടില്ല. ആരെ ഒരാൾ ഇപ്പം ജാസി വിളിച്ച് ഒരാളുടെ അടുത്ത് പറഞ്ഞു, നോക്ക് എന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നു, നോക്കും മാലിക ഇങ്ങനെ പറഞ്ഞു. അവരൊന്നും ഇല്ലാണ്ട് എൻ്റെ അടുത്ത് ചണ്ടോടാൻ വന്നു. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ അവരെന്നെ പറഞ്ഞു ഐ എം സോ സോറി. എന്നിട്ട് ഞാൻ പറഞ്ഞതിന് ശേഷം അവരൊരു വാട്സപ്പ് ഗ്രൂപ്പ് തന്നെ തുടങ്ങി. പിന്നെന്താ ഇവിടെ വിഭാജനം എങ്ങനെ വന്നറിയോ? ഓപ്പറേഷൻ ചെയ്തവരൊരു വിഭാഗം, ഓപ്പറേഷൻ ചെയ്യാത്തവരൊരു വിഭാഗം. ഇത് ആവശ്യമില്ലാത്ത കാര്യമായിരുന്നു. ഞാൻ ഇതുവരെയും ഞാൻ ആരിൻ്റെയും അണ്ടർ ദ പാൻറ് എന്താണെന്ന് ഞാൻ ചോദിക്കാൻ എനിക്കിഷ്ടമല്ല. അവരവരുടെ കൺവീനിയൻസ് ആണ് അത്, മനസ്സിലായുള്ളൂ. എനിക്ക് ഈ പറഞ്ഞ ജാസിനെയും കൂടി എനിക്കത് പറയാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ എന്തുകൊണ്ട് അവരെ ഞാനത് മെൻഷൻ ചെയ്തു പറഞ്ഞാൽ, തൻ്റെ നുണ മറ്റുള്ളവരെ അടിച്ചമർത്താനും തൻ്റെ നുണയായതുകൊണ്ട് ഞാനും പെർഫെക്റ്റായി. ഈ 4 മാസം കഴിഞ്ഞ് ഞാൻ വന്നപ്പോൾ ഒരു ഓട്ടോ ഡ്രൈവർ എൻ്റെ അടുത്ത് ചോദിച്ച കാര്യം ഇപ്പം നടന്നു, ഇപ്പോൾ ഒരു 3-4 ദിവസം മുമ്പ് നടന്നതാണ്. എന്നെ വീട്ടിൽ കൊണ്ടുവന്ന് ഇറക്കി വിടാൻ വന്നപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്ത് നിന്ന് അവിടെ നിന്ന് വരാൻ 80 രൂപയുള്ളൂ. വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 20 രൂപ. ഓക്കെ, അത്രേ ചോദിക്കുള്ളൂ. വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ടും ഇല്ല. വന്ന് കുറച്ച് നേരെ സമയം, മാക്സിമം ഒരു 100 രൂപ. 100 രൂപ വരും. ഇയാൾ എടുത്തുടനെ 120 ചോദിച്ചു. 20 രൂപ കൂടുതൽ ചോദിച്ചു, ഇനിയും കൂടി കൂടുതൽ ചോദിച്ചു. അത് ചോദിച്ച വിധം ഞാൻ പറഞ്ഞു എന്തിനാണ് 120? ഞാൻ അവർ വിചാരിച്ചു ഞാൻ ഏതോ വെളിനാട്ടിൽ നിന്ന് വന്നതാണോ എന്താണെന്ന് എനിക്കറിയില്ല അവരുടെ ധാരണ. അപ്പോൾ ഞാൻ ഇപ്പം നോമ്പ് നടക്കുന്നതുകൊണ്ട് ഞാൻ അവരുടെ അടുത്ത് ചോദിക്കുകയും ചെയ്തു, ഈ നോമ്പ് സമയത്ത് ഇങ്ങനെയൊക്കെ റിയാക്ട് ചെയ്യണോ? സംസാരിക്കുമ്പോൾ ഒരു പാന്ത്യമായിട്ട് സംസാരിച്ചൂടെ? ഭയങ്കര ഒരു എന്നെ കണ്ടിട്ട് എന്തോ എന്നെ വെറുപ്പും ഇങ്ങനെയെങ്കിലും ഒരു കാര്യത്തിൽ എന്നോട് സംസാരിച്ചു. എനിക്ക് ഭയങ്കര സങ്കടം തോന്നിട്ടോ. എന്താ പറയുക, നമ്മൾക്ക് അങ്ങനെ ഒരാൾ പറയുന്നു ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. ഏത് രീതിയിലാണ് സംസാരിച്ചത്? ഭയങ്കര റൂഡായിരുന്നു. ജസ്റ്റ് ഒരു 120 ചോദിച്ചോളൂ. പൈസ മാത്രമല്ലല്ലോ, ആളുടെ എക്സ്പ്രഷൻ ഓഫ് നമ്മളൊക്കെ, ഞാനൊരു ഡാൻസറാണ്. ഇപ്പം ഞാൻ നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ കണ്ണ് കണ്ട് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇവിടെ എന്താ സംസാരിക്കുന്നത് വേറെ ആയിരിക്കും, കണ്ണിൽ വേറെ ആയിരിക്കും. അത് മറയ്ക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് അയാളുടെ സത്യാവസ്ഥ മനസ്സിലായി. അപ്പം ഞാൻ ചോദിച്ചു, നോമ്പ് സമയത്ത് ഇങ്ങനെയൊക്കെ നിലവിളിക്കണം, ഒരു പന്ത്യമായിട്ട് സംസാരിച്ചൂടെ? എന്ന് ഞാൻ പറഞ്ഞതിന് അവർ വഹിക്കണം. അത് ചോദിക്കാൻ നിങ്ങൾക്ക് അധികാരമില്ല. അപ്പോൾ ഞാൻ ഈ ക്വസ്റ്റ്യൻ മാർക്ക് ഇടുന്നത് എന്താണ് എനിക്ക് അധികാരമില്ലാത്തത്?
നിങ്ങൾ ചെയ്ത ബിഹേവിയർ നോമ്പപ്പിനെ കുറിച്ചിട്ട് ഞാൻ പറയാൻ പാടില്ലയോ, അതോ നീ ചെയ്ത തെറ്റ് ഞാൻ പറയാൻ പാടില്ലയോ? മുസ്ലിം ആയിരുന്നോ? ആ, ഓക്കെ. ഇല്ലെങ്കിൽ അയാൾക്ക് എന്നോട് അങ്ങനെ ചോദിക്കേണ്ട ആവശ്യം. നിങ്ങൾക്കത് ചോദിക്കാൻ അധികാരമില്ല. ഭയങ്കര അണ്ടർലൈൻ ചെയ്തത് ഭയങ്കരമായിട്ട്. അപ്പം ഞാൻ ചോദിച്ചു, എന്താണ് എനിക്ക് അധികാരം എന്ന് പറയാൻ, ഈ ഇതെന്താണ്? അപ്പോൾ അയാൾ എന്താണെന്നുള്ളത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഞാൻ അതുമ്പോഴേക്ക് ഞാൻ വാതിൽ പൂട്ടി ഞാൻ ഉള്ളിൽ പോയി. അപ്പോൾ ഈ ചോദ്യം ചോദിക്കുന്നത് മറ്റുള്ളവർക്കും ഇതേപോലത്തെ ഒരു വെറുപ്പൊക്കെ വന്നത് ഇത്രയും ദിവസം ഞാൻ അന്ന് 5 മാസം ഇവിടെ താമസിച്ചപ്പോൾ ഒരാൾ എന്നോട് അങ്ങനെ റിയാക്ട് ചെയ്തിട്ടില്ല. ഓക്കെ. ആരും എന്നോട് അങ്ങനെ സംസാരിച്ചിട്ട്. പറഞ്ഞിരുന്നത് ജാസി ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിനെ മൊത്തത്തിൽ ഇത് ഞാൻ ജാസി എന്ന് പറയില്ല. എന്താ അറിയോ, ജാസിക്ക് മാത്രമല്ല, ഇതുപോലെ വേറെ കുറേ ആൾക്കാരുണ്ട്. എന്താ പറയുക, നമ്മൾ എനിക്ക് ഇവിടെ വന്നതിന് ശേഷമാണ് പല ട്രൂത്തും അറിഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ പബ്ലിക്കിൽ എന്നപ്പോൾ പറഞ്ഞപ്പോൾ ഏതാണ് കൂടുതൽ നമ്മൾ കാണുന്നോ അവരെ നമ്മൾ പറയുന്നു. ഇതിപ്പോൾ ഇന്നും കൂടി എൻ്റെ ഓട്ടോ ഡ്രൈവർ എന്നെ കൂട്ടിയിട്ട് പോയി പറഞ്ഞില്ലേ അവർ വീട്ടിലേക്ക്, അവരെ പിന്നെ ഇവർ നമ്പർ ട്രേസ് ചെയ്ത് നീ എന്തിനാണ് അവരെ വീട്ടിലേക്ക് കൂട്ടിയിട്ട് പോയത്, അവിടെയും പോയി അവനെ പിടിച്ച് ചീത്ത പറഞ്ഞു. സി, പീപ്പിൾ ആർ സോ അഫ്രേഡ് ഓഫ് ട്രൂത്ത്. അപ്പോൾ ട്രൂത്തിനെ മറച്ചിട്ട് എന്ത് വേണമെങ്കിലും. ഇപ്പം എൻ്റെ അടുത്ത് തന്നെ ജാസി പറഞ്ഞ ഇൻ്റർവ്യൂവിൽ ചോദിച്ചതാണ്, ഞാൻ സർട്ടിഫിക്കറ്റ് വന്നിട്ട് കാണിച്ചു കൊടുക്കണോ അത്രേ? ആർക്ക്? അല്ല, ഈ ജാസി തന്നെ ഹെല്ലോസ് പാട്ടിനെ വിളിച്ചിട്ട് തുണി പൊക്കി കാണിച്ച് വീഡിയോ കോൾ ചെയ്തു. അതെ, കാണിച്ചു കൊടുത്തു എന്ന് പറയണതും കാണിച്ച പ്രോസസ്സും ഇന്ന് ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ ജാസി ഒന്നും ചെയ്തിട്ടില്ല. ഇന്നും ഈ ബ്രസ്റ്റ് എന്ന് പറയണത് നിങ്ങൾക്ക് ഇന്ന് എടുത്തു കളയാം, പിന്നെ ആണായിട്ട് ജീവിക്കാം. പക്ഷേ താഴത്തെ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം തിരിച്ചൊരു റിട്ടേൺ ഇല്ല. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അത് ജീവിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പലവരും ടെക്സ്റ്റൈൽസ് റിമൂവ് ചെയ്ത്, എന്നെക്കുറിച്ച് കുറ്റം പറഞ്ഞ ചില ആൾക്കാരൊക്കെ ഉണ്ട്, ടെക്സ്റ്റൈൽസ് മാത്രം റിമൂവ് ചെയ്തിട്ട് പീനസ് വെച്ചിട്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ് എനിക്കറിയില്ല. അത് അവർ പറയണത് അതിൻ്റെ ഫസ്റ്റ് പ്രോസസ്സാണ്. ഞങ്ങളെല്ലാവരും ഈ പ്രോസസ്സൊക്കെ കഴിഞ്ഞ് വന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്കറിയാൻ ഉദ്ദേശിക്കുന്നത് അത് സെക്സ് വർക്കിന് വേണ്ടിയിട്ടാണോ, പീനസ് മാത്രം വെക്കുന്നതാണോ പറയുന്നത്? കുട്ടി, ഞാൻ പറഞ്ഞില്ലേ അന്ന്, ഞാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ പേയ്മെൻറ്റ് കിട്ടുന്നത് ആർക്കാണ്? ഷീമെയിൽസിനാണ് കിട്ടുക ഏറ്റവും കൂടുതൽ. അത് ഞാൻ മാത്രമല്ല, അല്ലല്ല, ഇന്ന് വന്നിരിക്കുന്ന എല്ലാ ഇൻ്റർവ്യൂവിലും എല്ലാവരും പറയുന്നുണ്ട്. ഈവൻ പ്രോസ്റ്റിറ്റ്യൂഷൻ നോർമൽ ചെയ്യുന്ന പെണ്ണുങ്ങളും കൂടി പറയും അവർക്കാണ് ഏറ്റവും കൂടുതൽ പേയ്മെൻറ്റ് കിട്ടുന്നത്. അപ്പോൾ പിന്നെ അത് കളയേണ്ട ആവശ്യം എന്തിനാണ്? അപ്പോൾ ഈ പറയുന്ന ട്രാൻസ്ജെൻഡേഴ്സൊക്കെ ഈ സെക്സ് വർക്കേഴ്സ് അല്ലെങ്കിൽ ഫീമെയിൽ ഡിമാൻഡഡ് ആയതുകൊണ്ടാണോ ഇത് ഇങ്ങനെ മാറുന്നത്? ഈ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് ജീവിക്കാൻ മാധ്യമം ഉണ്ടാവുമ്പോൾ എന്തുകൊണ്ട് അതിനെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കാണ്ട് നിങ്ങൾ അതും ചെയ്തിട്ട് സെക്സ് വർക്കും ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. എന്താ പറഞ്ഞാൽ എക്സ്ട്രാ എമൗണ്ട് കിട്ടണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഈസി മണി, പെട്ടെന്ന് പൈസ ആവാം. പക്ഷേ അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക്, അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് മറ്റുള്ളവരെ കുറ്റം പറയാൻ ഒരു അധികാരവും ഇല്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാന്യമായിട്ട് പോവുകയാണെങ്കിൽ, ഇപ്പം നിങ്ങളെ ഞാൻ ഇവിടെ ഇരിക്കുകയാണ്, അനാവശ്യം മറ്റേ നീ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടാണെന്ന് പറഞ്ഞാൽ നീ എനിക്ക് എങ്ങനെ ഉണ്ടാവും? വരില്ലേ? അതേ തന്നെയാണ് എന്നെ ചെയ്ത കാര്യത്തിന് നിങ്ങൾ പറയും, ഞാൻ സോറി അല്ല, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിൽ ഒരു നാണക്കേടുമില്ല. നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല, തെറ്റ് ചെയ്യുന്നവർ എത്രയോ പേരുണ്ട്. പക്ഷെ ആ തെറ്റ് തിരുത്താനുള്ള മനസ്സ് എത്ര പേർക്കുണ്ട്? അങ്ങനെ മാലിക പണിക്കർ എപ്പോഴെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ ലൈഫിൽ? ഞാനിപ്പോൾ ഈ അക്കട പക്കട എന്ന് പറഞ്ഞത് എല്ലാവരും ഒരു വലിയ കാര്യമാക്കിയില്ലേ. ഞാൻ മാലിക പണിക്കർ പിന്നെ കേരളത്തിന് വേണ്ടി ഒന്നും ഞാൻ ചെയ്തില്ല എന്ന് പറഞ്ഞു. ഇന്ന് കേരളത്തിന് വേണ്ടിയിട്ട് ഒരു അവയർനെസ്സും, ഇന്ന് ജാസിയുടെ പല നുണകളും, ഞാൻ തന്നെ ഒരു ലൈവ് ഇൻ്റർവ്യൂവിൽ ഇരിക്കുമ്പോൾ താഴത്ത് വന്ന് കമൻറ്റ് വരികയാണ്, മാലികയുടെ ഈ പറഞ്ഞ കാര്യങ്ങളാണ് ജാസിയുടെ ഫോളിന് കാര്യം എന്ന് പറഞ്ഞു. ദാറ്റ് മീൻസ് അവരുടെ ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ താഴത്തേക്ക് വരാൻ എൻ്റെ ഇൻ്റർവ്യൂവിൽ കൊടുത്ത അവയർനെസ് ആയിരുന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യം അവരുടെ കമ്മ്യൂണിറ്റിയിൽ നിന്നും ആൾക്കാരുണ്ട്. ഈ ടോട്ടൽ എല്ലാവർക്കും മര്യാദ വരണം എന്നുണ്ടെങ്കിൽ ട്രൂത്ത് ഉണ്ടാവണം. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഈ താഴത്തെ സർജറി ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി സ്ത്രീ ആയി മാറുമെന്ന് പറയുന്നു. നമ്മളൊരു അതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ ഒക്കെ സ്ത്രീ എന്ന് തന്നെ പറഞ്ഞു. പക്ഷെ ചില ആൾക്കാർ പറയുന്നത് താഴത്തെ സർജറി ചെയ്താലും അത് സ്ത്രീ ആവണോ അല്ലെങ്കിൽ ട്രാൻസ് എന്ന് പറയുന്നത് തെറ്റില്ല എന്നാണ് പറയുന്നത്.
അത് സ്ത്രീ എന്ന് പറയാൻ പറ്റില്ല, ട്രാൻസ് എന്നാണ് പറയേണ്ടത് എന്നൊക്കെയാണ് പറയുന്നത്. അതിലൊരു വെറൈറ്റി പറയാം. പണ്ടത്തെ കാലത്ത് ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് ഒരു തേർഡ് ജെൻഡർ എന്ന് മാത്രം പറഞ്ഞു വെച്ചതിനും ഇന്ന് എനിക്കതിൻ്റെ പിന്നെ പൂർണ്ണമായിട്ടുള്ള കാര്യം കിട്ടി. അവിടെ എന്താണ് പ്രശ്നം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ പല കമ്മ്യൂണിറ്റിയിലും പല ആൾക്കാർ പണ്ടും തൊട്ടിട്ട് ഹെറിഡിറ്റി ആയിട്ട് എത്രയോ വർഷങ്ങളായിട്ട് വന്നവർ, ഹിജടകളുണ്ട്, പലവരും ഉണ്ടല്ലോ. അപ്പോൾ അവർക്കെല്ലാവർക്കും ചെയ്യുന്ന ഓപ്പറേഷൻ വേറെയാണ്. അവർ ചെയ്യുന്നത് പണ്ടത്തെ കാലത്ത് ഹിജട ഓപ്പറേഷൻ എന്ന് പറയുന്നത് അവിടുത്തെ രണ്ടും വെട്ടിക്കളയണം. അവിടെ ഒരു ഹോള് മാത്രമേ ഉള്ളൂ. പിന്നെ നോർത്ത് ഇന്ത്യയിൽ ആരും സെക്സ് വർക്ക് ഈ പോലെ ചെയ്ത ആൾക്കാർ സെക്സ് വർക്ക് ചെയ്യുന്നില്ല. അവർ ബധായിന് പോണ ആൾക്കാരാണ്. ബധായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ കടകളിൽ പോയിട്ട് അവർ മറ്റേ കുട്ടികൾ ജനിച്ചവിടെയും കല്യാണത്തിനും പോയിട്ട് പാട്ടും ഡാൻസൊക്കെ ചെയ്ത് പൈസ വാങ്ങിയിട്ട് വരുന്നതാണ് നോർത്ത് ഇന്ത്യയിൽ. അവർക്ക് ജോലിക്ക് പോകാനൊരു വേണ്ട ആവശ്യമില്ല. ഇത് മതി. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനൊരു ജോലിയാണ്. ഞാൻ പറയട്ടെ, ഞാൻ ഇന്ന് ഡാൻസ് ചെയ്ത് ഞാൻ ജീവിതത്തിൽ ജീവിച്ചു ഇല്ലേ? അപ്പൊ ഞാൻ ഡാൻസ് ചെയ്തപ്പോൾ അതുകൊണ്ട് ഞാനും പിന്നെ ഈ പറഞ്ഞ പോലെ ഡാൻസ് ചെയ്തിട്ട് മറ്റുള്ളവരെ ഞാൻ സന്തോഷപ്പെടുത്തിയിട്ടും മറ്റുള്ളവർക്ക് പഠിപ്പിച്ചിട്ടും ഒക്കെയാണ് ഞാൻ ഇന്ന് ചെയ്തിരിക്കുന്നത്. അപ്പൊ അവരും ഇതുപോലെ തന്നെ എത്രയോ വീട്ടിൽ പോയിട്ട് നല്ലത് വരാൻ വേണ്ടിയിട്ട് ഇവർ ഈ പാടുന്നു അതിൽ കഷ്ടമുണ്ട്. ഓരോരോ വീട്ടിലേക്ക് പോകണം, ചൂടും വെയിലും ഒക്കെ ഉണ്ട്. അവിടെ പോയിട്ട് മറ്റുള്ളവരെ ആശീർവാദം ചെയ്യാൻ ഈ ആൾക്കാർ മറ്റേ ഈ പറഞ്ഞ ജനങ്ങൾക്ക് അതിലത്തെ വിശ്വാസമല്ലേ അത്. അപ്പോൾ അതൊരു കൾച്ചറാണ്. ഇപ്പോൾ ഓണം എന്തിനാണ് നമ്മൾ കൊണ്ടാടുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു കൾച്ചറാണ് അല്ലേ? വിഷു എന്തിനാണ്, റംദാൻ എന്തിനാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും ഒരു ബാക്ക് സ്റ്റോറി ആൻഡ് തിങ്സ് ഉണ്ട്. അതാണ് ഫോളോ ചെയ്തത്. അതുപോലെ ഇത് എത്രയോ വർഷങ്ങളായിട്ടും നൂറ്റാണ്ടുകളായിട്ടും വന്നിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ളവിടെ അവിടെ ചെയ്യുന്നതുകൊണ്ട് ചെയ്തിട്ടില്ല. സൗത്ത് ഇന്ത്യയിൽ ബേസിക്കലി എന്താണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി തനിയെ ജീവിച്ചിട്ടുണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. ഇപ്പം നമ്മുടെ ഡാൻസിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ദേവർ അടിയാറുകൾ, തേവിടിയാർ എന്നല്ല വാർത്ത, ദേവർക്ക് അടിയാർ ചെയ്തവരാണ് ദേവർ അടിയാർ എന്നാണ് പറയുക. അതിനെ തേവിടിയാറെന്നാക്കി. ഇപ്പം പ്രോസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതാണ് കൊണ്ടുവന്നത്. പ്രോസ്റ്റിറ്റ്യൂഷനിലേക്ക് അവർക്ക് വരേണ്ട ഒരു സിറ്റുവേഷൻ എപ്പോഴാണ് വന്നത്? ജീവിക്കാൻ മാർഗമില്ലാണ്ടാണ് അവർ വന്നത്. അതുകൊണ്ടാണ് അതിനെ പ്രോസസ്സിനെ മാറ്റി കൊണ്ടുവന്നു. രുക്മിണി ദേവി ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാക്കി. അവർ ബ്രാഹ്മിൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വലിയ ആൾക്കാർ വന്നു, മാറി ഇപ്പം ഇന്ന് വേറെ ലെവലിലേക്ക് പോയി. അപ്പം അതുപോലെ തന്നെ ഈസി മണി എന്നൊക്കെ പറയുന്നത് വേറെ കാര്യം. അപ്പം ഞങ്ങളും കൂത്താടികളാണ്. ഞങ്ങൾ ഭരതനാട്യം പഠിച്ചു, MA പഠിച്ചു, എല്ലാം പഠിച്ചെല്ലാം ഉണ്ടെങ്കിലും കൂടിയിട്ട് നമ്മളും കൂത്താടുന്നവരാണ്. കൂത്താട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു കെട്ട വാർത്തയല്ല. പക്ഷെ അത് കെട്ട വാക്കായിട്ടാണ് ആൾക്കാർ എടുക്കുന്നത്. അതിന് ഈ പറഞ്ഞ മലയാളത്തിൽ എത്രയോ കെട്ട വാർത്തകൾ മയിരെന്ന് വിളിക്കുന്നു. സോറി, തമിഴിലതും നല്ല വാർത്തയാണ്. തമിഴ് മാത്രമല്ല, ഇലക്കണത്തിൽ മയിരെന്നാണ് പറയേണ്ടത്. നമ്മൾ മയിരെന്ന് പറയേണ്ടത്. പിന്നെയും പല വാർത്തകളൊക്കെ ഉണ്ട്, ഞാൻ അത് പറയാൻ എനിക്ക് താല്പര്യമില്ല. അതെ, അങ്ങനത്തെ കാര്യങ്ങൾ എല്ലാത്തിനും ഒരു കറക്റ്റായിട്ടുള്ള ഒരു വഴക്കമുണ്ട്. അതൊന്നും ആൾക്കാർ മനസ്സിലാവാണ്ട് വായിൽ വന്ന പോലെ ചീത്ത പറയുന്നുണ്ട്. അതായത് ദേഷ്യം വരുമ്പോൾ ഇൻസ്റ്റിങ്ക്ച്വൽ നമുക്ക് അതാണല്ലോ നമ്മുടെ വായിൽ വരിക. അത് അല്ലാതെ നമുക്ക് വേറെ വാക്കുകളൊന്നും വരില്ലല്ലോ. പക്ഷെ ഞാൻ എന്താ പറയണ പറഞ്ഞാൽ, നിങ്ങൾ ആദ്യം മറ്റുള്ളവർ പറയണതിന് മുമ്പ് നിങ്ങൾ പെർഫെക്റ്റ് ആണോ, ദെൻ യു ടോക്ക്. ഇന്ന് ഞാൻ ടീച്ചറായിട്ട് ഇരിക്കുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് മക്കൾ വേണ്ടാന്ന് എപ്പോൾ തീരുമാനിച്ചറിയോ? എനിക്കൊരു മക്കളുണ്ടെങ്കിൽ ഇൻ കേസ് അവർ നമ്മുടെ എക്സ്പെക്റ്റേഷനുള്ള അളവിന് വന്നിട്ടില്ല, അവരൊരു തെറ്റായിട്ടുള്ള ആൾക്കാരായി മാറി, ഞാനൊരു ടീച്ചറായിട്ട് ഇരുന്നിട്ട് എൻ്റെ ഏതെങ്കിലും ഒരു കുട്ടികളെ ഞാൻ എന്തെങ്കിലും പറഞ്ഞ് ശരിയാക്കാൻ പറ്റുമോ? ഇല്ല. അതേപോലെ തന്നെ ഇന്ന് എന്നെ വിളിക്കാൻ എത്രയോ പേര് ചേച്ചി എന്ന് വിളിക്കുന്ന, അമ്മ എന്ന് വിളിച്ച എത്രയോ ആൾക്കാർ എൻ്റെ കൂടെ വരുന്നുണ്ട്. പക്ഷേ ഈ ബ്ലഡ് റിലേഷനിൽ വന്ന അമ്മയാണ് ശരിക്കുള്ള അമ്മ. ബാക്കി എല്ലാം വന്നിട്ട് ഒരു പേരിന്, കൺവീനിയൻസിന്. ഇപ്പോൾ ബ്ലഡ് റിലേഷനിലുള്ള അമ്മമാർ തന്നെ സ്വന്തം കുട്ടികളെ കൊല്ലുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞത് ഈ ഹിജഡ പെന്നില് അങ്ങനെ പറയണതിൽ നമ്മൾ അമ്മ മക്കൾ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺവീനിയൻസിന് വേണ്ടിയിട്ടാണ് ഈ റിലേഷൻഷിപ്പൊക്കെ. മക്കൾ സമ്പാദിച്ചു കൊടുത്താൽ അമ്മ ഇരുന്ന് കഴിക്കുന്നുണ്ട് നമ്മുടെ ഹിജഡ പെണ്ണിൽ. അതേപോലെ തന്നെ അമ്മ ആദ്യം തനിക്ക് ഓപ്പറേഷൻ ചെയ്ത് തരാമെന്നൊക്കെ പറയണത് കൊണ്ടാണ് അവർ സ്പോൺസർ ചെയ്യുന്നുണ്ട് ഇവർക്ക് ഓപ്പറേഷൻ ചെയ്യാനും എല്ലാത്തിനും. അപ്പോൾ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ തിരിച്ച് ആ പൈസ വരണ്ടേ? നിങ്ങൾ നിങ്ങളുടെ പാട്ടിൽ ഓപ്പറേഷനും കഴിഞ്ഞിട്ട് മൂടും തട്ടിയിട്ട് പോയി കഴിഞ്ഞാൽ അപ്പോൾ പിന്നെന്താ? അതേ തന്നെയാണ് ഇപ്പം നമ്മൾ അച്ഛനമ്മമാർ കഷ്ടപ്പെട്ടിട്ട് കുട്ടികളൊക്കെ വളർത്തി എല്ലാം കൊണ്ടുവരുന്നത്. അന്നത്തെ കാലത്ത് എങ്ങനെയാണ് വളർത്തിയത്? മക്കൾ നമ്മളെ നോക്കുന്നു വിചാരിച്ചു അല്ലേ? ഇന്നത്തെ കാലത്ത് ഇല്ല, അത് വിടും, മാറി.
അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ ഈ ഹിജ്ഡപ്പനൊക്കെ പോകാൻ തുടങ്ങിയത് എങ്ങനെയാണ്? ആർക്കും അതിലൊരു ട്രൂത്ത്നെസ് ഇല്ല. ഇന്ന് എനിക്കൊരു മക്കളായിട്ട് എടുത്തിട്ട് അവരെ ഞാൻ വെച്ച് നോക്കാൻ എനിക്കൊരു താല്പര്യമില്ല. പക്ഷെ അതേ തന്നെ എനിക്കൊരു അനാഥാശ്രമമോ ഇല്ലെങ്കിൽ ഇന്ന് ഫ്യൂച്ചറിൽ നമുക്ക് കേരളത്തിൽ വയസ്സായിട്ട് വരുമ്പോൾ നമുക്കൊരു ഫ്യൂച്ചർ എന്താണെന്ന് ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഞങ്ങളുടെ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ലൈഫിൽ എൻ്റെ അടുത്ത് വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. ട്രാൻസ്ജെൻഡേഴ്സ് വയസ്സായി കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ സെലിബ്രിറ്റീസ് ആയ ആൾക്കാരാണ് നമ്മൾ കൂടുതലും. ഇപ്പോൾ രഞ്ജുമാരൊക്കെ ഇവരൊക്കെ ഇങ്ങനെ പ്രായം വരുമ്പോൾ ഇവരുടെ നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്നു ലുക്ക് മാറും. അതാരായാലും വയസ്സായി വരുമ്പോൾ ചുരുളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. പക്ഷേ നിങ്ങളുടെ വീട്ടിൽ നിന്ന് മാറി, അതായത് നിങ്ങളൊരു ട്രാൻസ് ആയി എന്നറിയുമ്പോൾ തന്നെ വീട്ടിൽ നിന്ന് മാറി സെപ്പറേറ്റഡ് ആയി ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള വഴി കണ്ടുപിടിക്കേണ്ട അവസ്ഥ വന്നു. പക്ഷേ ഇത് ഇപ്പോഴും താങ്കൾ ഒറ്റയ്ക്കാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. താങ്കളുടെ കാര്യം മാത്രമല്ല, ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിലെ എല്ലാവരുടെ ഒരു അവസ്ഥയാണ് ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു അവസ്ഥ. നാളെ എന്ത് എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരം ആരും ഇതുവരെ തന്നിട്ടില്ല. എന്താണ് മാലികയ്ക്ക് പറയാനുള്ളത്? നാളെ എങ്ങനെ ജീവിക്കും മാലിക വയസ്സായി കഴിഞ്ഞാൽ? ഞാനത് ഭയങ്കര ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അതിൻ്റെ ഒരു പേടിച്ചിട്ടാണ് ആ ഒരു സിംഹസ്വപ്നമായിരുന്നു എനിക്ക്. ഇന്ന് പറഞ്ഞില്ല എന്തിനാ മാലിക തിരിച്ച് കേരളത്തിലേക്ക് വരാനും കാരണം പറയണത്. എനിക്ക് സിംഗപ്പൂരിൽ ആൾക്കാരില്ല. ദാറ്റ് ഈസ് കുട്ടികളുണ്ട്, സ്റ്റുഡൻസ് എല്ലാം ഉണ്ട്. പക്ഷെ അവിടെയുള്ള ആൾക്കാർ ആരും മൈൻഡ് ചെയ്യില്ല. അവരുടെ ജോലി അവരിത് അത്രയേ ഉള്ളൂ. കാര്യം ഉണ്ടെങ്കിൽ വരും, കഴിഞ്ഞു പോയി. നിങ്ങളെ ഇവിടെയുള്ള പോലെയുള്ള ആ റിലേഷൻഷിപ്പ് ഇല്ല. അപ്പോൾ അവിടെ ആർക്കും നമ്മുടെ ആവശ്യമില്ല. അപ്പം ഞാൻ എവിടെ ആവശ്യമുണ്ട് അവിടെയല്ലേ വരേണ്ടത്. ഇപ്പോൾ ട്രാൻസ്ജെൻഡർ എന്നുള്ള ഒരു വിഭാഗത്തിന് തന്നെ സിംഗപ്പൂരിൽ അതിനെക്കുറിച്ച് പറയാനേ പാടില്ല. അതിനെക്കുറിച്ച് നമ്മൾ ട്രാൻസ് എന്നാണെന്ന് പറഞ്ഞിട്ട് ഞാൻ എവിടെയും പോയി എന്നെ ഒരു സ്കൂളിൽ പഠിപ്പിക്കാനോ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണെന്ന് പറയാനോ ഒരു പ്രോഗ്രാം ട്രാൻസ്ജെൻഡറിൻ്റെ ഒരു പേരിട്ടിട്ട് കൂടി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ അത് നടക്കുന്നുള്ളത് കൊണ്ടാണ് ഇവിടേക്ക് വരാൻ? അല്ല, ഇവിടെ നടക്കുന്നത് കൊണ്ടല്ല. ഇവിടെ വന്നിട്ട് അതിന് അത്രയും റെസ്പെക്റ്റ് കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഗവൺമെൻറ് നമ്മളെ അംഗീകരിച്ചാലും നമ്മുടെ ട്രഡീഷനും കാര്യങ്ങളും പഴയുള്ള എല്ലാം വെച്ചിട്ടാണ് ഗവൺമെൻറ് ഒരു സർക്കിൾ ഇട്ടിട്ട് ഈ എല്ലാവർക്കും കൂടി ചേർന്നിട്ട് ഇന്നിപ്പോൾ പിന്നെ നിങ്ങൾ ഫീമെയിൽ ആയില്ലെങ്കിലും കൂടിയിട്ട് നിങ്ങൾക്ക് ഫീമെയിൽ സർട്ടിഫിക്കറ്റ് കിട്ടുമെന്നാണ് പറയണത്. അപ്പോൾ അത്രത്തോളം ഗവൺമെൻറ് ലിബറൽ ആവണത് വേറെ ഏത് കൺട്രിയിലും ഇല്ല. പ്രോസസ്സ് ശരിയായിട്ട് വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആ പ്രോസസ്സിലേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ആനുകൂല്യം എത്ര വലുതാണെന്ന് ആരുകൊണ്ട് നമ്മൾ എന്തുകൊണ്ട് അതിനെ ഒരു വലിയ കാര്യമായിട്ട് ആലോചിച്ചുകൂട്ടാ? അതിനെ നമ്മൾ തെറ്റായിട്ട് വിചാരിച്ചിട്ട് തെറ്റായിട്ട് കുറുക്ക് വഴിയിൽ ഇപ്പോൾ എന്തൊക്കെയാണ് ആൾക്കാർക്ക് അതിനെ ദുഷ്പ്രയോഗം ചെയ്യുക. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ട്രാൻസ്ജെൻഡർക്ക് കിട്ടുന്ന ആനുകൂല്യത്തിന് ഈ പറഞ്ഞ വലിയ വലിയ ആൾക്കാർ, ദാറ്റ് ഈസ് ആണുങ്ങളും പെണ്ണുങ്ങളും, എന്താണ് അവർക്ക് അറിയാം എത്ര ബഡ്ജറ്റ് അവിടെ നിന്ന് ഇട്ടിട്ടുണ്ട് എന്ന്. അവർ പോയി എടുത്തിട്ട് നമ്മളെയൊക്കെ ഒരു വെറുതെ ഒരു കരു പോലെ ആക്കിയിട്ട് ഉള്ള പോലെ കാണിച്ചിട്ട് ഇന്ന് അതുപോലെ ചെയ്തവർ പലവരും ജയിലിലുണ്ട്. വലിയ വലിയ ആൾക്കാർ അവർ ഇതുപോലെ കറപ്ഷൻ ചെയ്തിട്ട് ഇന്ന് ജയിലിൽ കിടക്കുന്നുണ്ട്. പേര് പറയാൻ പറ്റുമോ? ഇല്ല, പറയില്ല. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അവർക്ക് അങ്ങനെ തെറ്റ് ചെയ്യുന്ന ആൾക്കാരെ പേര് കൊടുത്ത് ഞാനൊരു പബ്ലിസിറ്റി കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇപ്പോൾ ഇന്ന് എന്നെ എത്രയോ ആൾക്കാർ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് ഞാൻ രാഗരഞ്ജിനെ പറഞ്ഞു പറഞ്ഞാൽ രാഗരഞ്ജൻ എൻ്റെ സിസ്റ്ററാണ്, ഞങ്ങളൊരു ഫാമിലിയാണ്. ഓക്കെ, അപ്പോൾ ഫാമിലിയിൽ ഇരുന്നിട്ടും തന്നെ എന്നെക്കുറിച്ചിട്ട് തനിക്ക് അറിയില്ല എന്ന് കാര്യങ്ങൾ പറയണ സമയത്ത് അപ്പോൾ എത്രത്തോളം അവർക്ക് എൻ്റെ ഇൻ്റർവ്യൂ അവർക്ക് അത് നന്നായി തോന്നിയോ കെട്ടതായി തോന്നിയോ അല്ല അവർക്ക് എങ്ങനെ അത് തട്ടി എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ എനിക്കിന്നൊരു അമ്മയുണ്ട്, ലക്ഷ്മി അമ്മ എന്ന് പറഞ്ഞിട്ട് അവരുടെ അമ്മയുണ്ട്. ആ അമ്മയ്ക്ക് അതിൻ്റെ സത്യം അറിയും. അതുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യം ശരിയാണോ തെറ്റാണോ എന്നുള്ളത് അവരെന്നെ തീരുമാനിച്ചു. അവരുടെ പിന്നാലെ ഇവിടെയുള്ള കുറേ വലിയ വലിയ സെലിബ്രിറ്റീസൊക്കെ പോയി അവർ ഞാൻ പറഞ്ഞത് കേൾക്കണം. അവർ മകളാവാൻ നോക്കി. അവർ പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ട. ലക്ഷ്മി അമ്മ പറഞ്ഞു. എന്താ പറഞ്ഞാൽ നിങ്ങളുടെ റെപ്യൂട്ടേഷനെ നശിപ്പിച്ചിട്ട് നിങ്ങൾ അവിടെ പോയിട്ട് മകളായി നിന്നിട്ടുണ്ടെങ്കിൽ അവരുടെ കുടുംബത്തിന് കെട്ടപ്പേരല്ലേ അത്. അപ്പോൾ അത് നന്നാക്കി എടുക്കാനുള്ള ഒരു അവസരം കൊടുത്തോളൂ. അപ്പോൾ അവരങ്ങനെ മോശമായിട്ട് ചെയ്തെങ്കിൽ ലക്ഷ്മി അമ്മയുടെ അടുത്തേക്ക് വരുമ്പോൾ ശരി. ഇപ്പം ഞാൻ നിങ്ങളുടെ ചോദിക്കട്ടെ, ഒരു
അപ്പം അങ്ങനത്തെ ഉള്ള ഒരു ഓർഗനൈസേഷൻ അല്ല അവർ വെച്ചിരിക്കുന്നത്. ഓക്കെ. റീഹാബിലിറ്റേഷൻ ചെയ്യുന്ന ഒരു സ്ഥലമല്ല അവർ വെച്ചിരിക്കുന്നത്. അതിനും വേറെ സ്ഥലങ്ങളുണ്ട് ഇല്ലേ. ഇപ്പം നിങ്ങളൊരു നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇപ്പോൾ ഒരു സ്കൂളായാലും നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ സ്കൂൾ എന്ന് പറയുന്ന സമയത്ത് അവിടേക്ക് അവർ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്? ഒരു റെപ്യൂട്ടേഷൻ അല്ലേ. റെപ്യൂട്ടേഷൻ ഇല്ലാത്തവരെല്ലാവരും ഉള്ളിൽ കയറ്റുമോ അവർ? അങ്ങനെ ഒരു ചിന്താഗതി മാറ്റിയെടുക്കേണ്ട കാലഘട്ടമായില്ലേ? ഉണ്ട്, അത് നമുക്ക് പറയാം. ലൈക്ക് ഡിഗ്നിറ്റി നോക്കി നമ്മൾ സ്കൂളിൽ ഉണ്ട്. ചേർക്കുന്ന പക്ഷെ ഞാൻ ചോദിക്കട്ടെ, തെറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് തനിക്ക് ബോധ്യം വേണം, നമ്മളും ആ സ്ഥാനത്തേക്ക് പോകണം എന്നുണ്ടെങ്കിൽ നമ്മളും നമ്മുടെ റിഫൈൻ ആയിട്ട് ഇരിക്കണം. ഇപ്പം അവർ ആ തെറ്റ് ചെയ്തത് അവർക്ക് ജീവിക്കാനുള്ള മാർഗം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. അങ്ങനെ ചിന്തിച്ചൂടെ? നോക്കൂ, റൂളിൽ ഒന്നേ ഉള്ളൂ, ധർമ്മം അധർമ്മം അല്ലേ. ഈ ധർമ്മത്തിൻ്റെ റൂൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞിട്ടാണ് നിങ്ങൾ ധർമ്മത്തിലേക്ക് നിൽക്കുന്നത്. ഇപ്പോൾ ഏതൊരു കാര്യത്തിലും നിങ്ങൾക്ക് വാലിഡേഷൻ തരാൻ ഗവൺമെൻറ് എല്ലാത്തിനും ഏത് വഴി പോയാലാണ് നിങ്ങൾക്ക് ഇത് കിട്ടുന്നുള്ളത് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തിനാണ് തെറ്റ് ചെയ്തിട്ട് ആ വഴിയിൽ പോയി നിന്നിട്ട് എനിക്ക് തന്നേ പറ്റുമെന്ന് എന്തിനാ നിർബന്ധിക്കും? ഗവൺമെൻറ് അത് കൊടുക്കുന്ന കാര്യങ്ങൾ സ്ലോ ആണ്, അല്ലെങ്കിൽ പൈസ കിട്ടുന്നില്ല എന്നൊരു ചിന്താഗതി ഉണ്ടെങ്കിലോ, കറക്റ്റായിട്ട് കൊടുക്കുന്നില്ല എന്ന് തോന്നലുണ്ടെങ്കിൽ? അല്ല, അത് വേറെ കാര്യം. നിങ്ങൾക്ക് പോളിസീസ് ഡിഫൈൻ ചെയ്ത് തന്നിട്ടില്ലേ? ഇപ്പം എൻ്റെ അടുത്ത് ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അല്ലല്ല, ഞാൻ എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴേ ഈ പറഞ്ഞ ആൾക്കാർ മുഴുവൻ എന്താ പറയണത്, അത് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇങ്ങനെയാണ് എടുത്തു വെച്ചിരിക്കുന്നത്, അതെങ്ങനെ മാലിക പറയുന്നുള്ളത് എൻ്റെ അടുത്ത് ചോദിക്കാൻ ആൾക്കാർ വരുന്നില്ല. അതേപോലെ തന്നെ ഞാൻ ഇന്ന് എനിക്ക് മര്യാദ കിട്ടുന്നത് വെറുതെ ഒന്നും ആരും തന്നിട്ടില്ല. അവരവരുടെ പെരുമാറ്റം. പെണ്ണായി ജീവിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പെണ്ണായിട്ട് കുറേ, എനിക്ക് നിങ്ങൾക്ക് വിശ്വസിക്കാൻ, ഞാൻ എന്ന് എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് വന്നോ, ഞാൻ എത്രയോ പ്രാവശ്യം ഞാൻ വെളിയിൽ അത്രയും ഓപ്പണായിട്ട് നടന്ന ഒരാൾ ഇന്ന് ഞാൻ വെളിയിൽ പോവില്ല ഒറ്റയ്ക്ക്. രാത്രിയായ പോവില്ല. സ്ത്രീ ആയതുകൊണ്ടാണോ? സ്ത്രീ എന്നല്ല, അത് നമ്മുടെ ഒരു ഉള്ളിൽ വരുന്ന ഒരു ഭയമാണ്. എന്താ അറിയോ, ഇപ്പോൾ ഇന്ത്യയിൽ നമുക്ക്, ഇപ്പോൾ സിംഗപ്പൂരിൽ നമുക്ക് പേടിക്കാണ്ട് എവിടെ വേണമെങ്കിൽ പോവാം. എന്താണ്, ഞങ്ങളുടെ അവിടെ 2 മണിക്കും 3 മണിക്കും പെണ്ണുങ്ങളും എല്ലാവരും സ്വാതന്ത്ര്യമായിട്ട് പോകുന്നത്. പക്ഷേ ഇന്ത്യയിൽ അതിനുള്ള സ്വാതന്ത്ര്യമില്ല. സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ പേടിയാണ്. അങ്ങനെ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലും നടക്കാൻ പറ്റുമോ? പേടിയാണ്. ഒന്ന്, അഥവാ സ്വാതന്ത്ര്യം ഉണ്ട്, ആരും ഒന്നും ചെയ്തില്ല എന്നെങ്കിലും കൂടിയിട്ട്. ഞാൻ രാത്രി ഇറങ്ങിയിട്ട് ഈ പറഞ്ഞ എൻ്റെ നാട്ടിൽ ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്ന ഇവിടെ രാത്രി ഒരു 2 പ്രാവശ്യം നടന്നിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ പേരെന്തായി? എൻ്റെ പേരെന്തായി? ഇല്ലേ? അതുമാത്രമല്ല, ഞാൻ നടന്നു വരുമ്പോഴേക്കും 4 ബൈക്കിൽ വന്ന ആൾക്കാർ പറയും നിങ്ങളുടെ റേറ്റ് എന്താണെന്ന് ചോദിച്ചിട്ട് പോകും. അതിനുള്ള പേടിയില്ലേ? അതിന്റെ കാരണം നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർ തന്നെയല്ലേ? ആവാം. അതും പറഞ്ഞിട്ട് ഞാൻ എല്ലാത്തിലും ഉണ്ട്. ഇപ്പോൾ പെണ്ണുങ്ങളായാലും ഇപ്പോൾ എത്രയോ പെണ്ണുങ്ങളുണ്ട്, പ്രോസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്ന പെണ്ണുങ്ങളും ഉണ്ട്. അപ്പം നമ്മളെന്തിനാണ് അവർക്ക് ചെയ്ത കാര്യങ്ങൾ മറ്റവർക്ക് പിന്നെ കഷ്ടങ്ങൾ കിട്ടുന്നത്? അപ്പോൾ അവർക്ക് അതിൻ്റെ ലിബർട്ടി എങ്ങനെ പോയി? ഇവർ ചെയ്തത് അല്ലേ. അതേപോലെ തന്നെ എൻ്റെ ലിബർട്ടിയും അങ്ങനെ തന്നെയാണ് പോയത്. അപ്പോൾ ഞാൻ സ്ത്രീയായി മാറിയത് ഒരു തെറ്റായതുകൊണ്ടല്ല, നമ്മൾക്കും ആ ഒരു വിധത്തിൽ നമ്മുടെ മനസ്സിൽ ആ ഒരു ഭയം എന്നുള്ളത് അത് നാച്ചുറലാണ്. ഇതാരും എനിക്ക് പറഞ്ഞു കിട്ടിയതല്ല. അത് കഴിഞ്ഞവർക്കില്ല. ഇപ്പം നിങ്ങൾക്ക് അതിൻ്റെ അനുഭവമില്ല, ഞാൻ കഴിഞ്ഞവളാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിൻ്റെ അനുഭവം ഉണ്ടായതുകൊണ്ട് ഞാൻ പറയണു. അപ്പം ഞാൻ മറ്റുള്ളവരുടെ അടുത്ത് ഇപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് അനുഭവമില്ലാത്ത ഒരാളെ ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് നിങ്ങൾ പറയുന്നു. അപ്പോൾ ഇത് എൻ്റെ അനുഭവമാണ്, ഞാൻ മറ്റുള്ളവരെ കുറിച്ചിട്ട് എനിക്ക് അറിയില്ല. പക്ഷെ പലവർക്കും ഇത് അറിഞ്ഞിരിക്കും, പലവർ പറയാണ്ടിരിക്കുകയായിരിക്കും. എനിക്കൊരു ഫ്രണ്ട് സർക്കിൾ ഇല്ലെങ്കിൽ ഞാൻ പുറത്ത് പോവില്ല. ഒരു പബ്ബിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എനിക്കൊരു ആൾ വേണം കൂടെ. ഇല്ലെങ്കിൽ ഞാൻ തന്നെ ആയിട്ട് ഒറ്റയ്ക്ക്, പണ്ടൊക്കെ ഞാൻ തനിയെ കയറി പോയിട്ടുണ്ടായിരുന്നു പണ്ടൊക്കെ. പക്ഷെ ഇപ്പോഴൊന്നും എനിക്ക് പോകാൻ പറ്റത്തില്ല. അത് എന്തുകൊണ്ടാണ്? നമ്മൾ ഒരു ധൈര്യത്തില് അല്ല കുട്ടി, നമ്മൾ തനിയെ കയറി നടക്കുമ്പോൾ നമ്മൾ അവിടെ പേര് വരുന്നുള്ള പേടി കൊണ്ടാണ്. പേരല്ല, നമ്മൾ പോകുമ്പോൾ തന്നെ ഒറ്റയ്ക്ക് പോകുന്ന സമയത്ത് ഒരു പെണ്ണ് തനിയെ ഒറ്റയ്ക്ക് ഏതൊരു വലിയൊരു പബ്ബിൽ വലിയ പിന്നെ എന്താ പറയുക ഹൈഫൈ പബ്ബിൽ പോയാലും തനിയെ ഒരു പെണ്ണ് കയറി ചെല്ലുന്ന സമയത്ത് അതിൽ ആ കുട്ടിക്ക് ഇതിനൊന്നും താല്പര്യമില്ല എന്ന് വെച്ചോളൂ, എന്നാലും ഒരു 4 പേര് ഡ്രിങ്ക് കൊടുക്കാൻ പോകും, 4 പേര് ചോദിക്കാൻ പോകും, അറ്റംപ്റ്റ് ചെയ്യും ഇല്ലേ? അപ്പോൾ ഇതൊരു പേടിയല്ലേ? പക്ഷെ ആ അറ്റംപ്റ്റ് ചെയ്താലും നോ പറയാനുള്ള റൈറ്റ് അവർക്ക്. പക്ഷെ എന്തിനും നമ്മൾ അതിന് വെറുതെ ആവശ്യമില്ലാണ്ട് ചണ്ടയ്ക്ക് പോകണ്ടല്ലോ, താല്പര്യമില്ല എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് പോയാൽ ആൾക്കാരുണ്ടെങ്കിൽ ഓക്കെ. പക്ഷെ നമ്മുടെ ആൾക്കാർ അങ്ങനെ അല്ല. അവൾ എന്തിനാ അതങ്ങനെ പറഞ്ഞു? അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ള ലൈഫിൽ? എനിക്കൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ എന്തൊരു കാര്യം മുമ്പ് എക്സ്പീരിയൻസ് മനസ്സിലാക്കും, അവിടെ അത് തെറ്റാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ സ്ഥലത്തേക്ക് പോവില്ല. ഐ അവോയ്ഡ്. ഇപ്പം ഇന്ന് ഒന്നും വേണ്ടത് മണപ്പള്ളി വേല, എല്ലാവരും എന്നെ വിളിച്ചു മണപ്പള്ളി വേലയ്ക്ക് വരും എന്ന് പറഞ്ഞു.
ഞാൻ വരാ പറഞ്ഞ് ഞാൻ പോയേ ഇല്ല. എന്നാൽ എനിക്കറിയാം അതിൻ്റെ എത്ര കഷ്ടമുണ്ടാവും എന്ന് എനിക്കറിയാം. ആന അടഞ്ഞു, ഷണ്ട വന്നു, പലതും നടന്നു അവിടെ. അത് കഴിഞ്ഞ് വന്നപ്പോൾ എല്ലാവരും പറയണ ചേച്ചിക്ക് മുമ്പേ അറിയുമല്ലേ, അങ്ങനെ പ്ലേറ്റ് മാറ്റി എന്നെ പറയണ ചേച്ചിക്ക് ഓൾറെഡി ഇതൊരു പ്രഡിക്ഷൻ ഉള്ളത് കൊണ്ടാണോ ചേച്ചി വരാണ്ടിരുന്നത്. ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടല്ല. എനിക്ക് അവിടുത്തെ ചൂട്, പിന്നെ ഈ റോട്ടിൽ നിന്ന് എത്രയോ ദൂരത്ത് നടന്നിട്ട് പോകണം, വണ്ടിയൊന്നും അടുത്ത് പോവില്ല. അപ്പോൾ ഇതെല്ലാം ഞാൻ ഫേസ് ചെയ്ത്. അതുമല്ല നമ്മൾ ഇത്രയും ഹൈറ്റ് തോട്ടുകോല് പോലെ ഉണ്ട്. ഞാൻ അവിടെ നടന്നു പോയാൽ തന്നെ എല്ലാവർക്കും എന്നെ കാണുമ്പോൾ പറയുന്നവരുണ്ടാവും മാലിക, അപ്പം നിങ്ങൾ തന്നെ എനിക്ക് ഹൈപ്പ് തന്നിട്ടുണ്ട്. അപ്പം ഞാൻ എവിടെ പോയാലും എന്നെ കാണാനും 2 ഫോട്ടോ എടുക്കാൻ ആൾക്കാരെത്തും ഇല്ലേ. അപ്പോൾ ഇതൊക്കെ വേണോ? വേണ്ട. എനിക്ക് എന്നിട്ട് എന്തെങ്കിലും നമ്മളെ കമൻറ്റ് ചെയ്യാനും നല്ലതും പറയും കെട്ടതും പറയും. ഫെയിം താല്പര്യമില്ല മാലികയ്ക്ക്. ഫെയിം ആർക്കും വേണ്ടെന്ന് പറഞ്ഞു. ഞാനൊരു ആർട്ടിസ്റ്റാണ്. ഞങ്ങളുടെ ജീവിതത്തിലെ ഫെയിം ഇസ് ഫോർച്യൂൺ ഇസ് സംതിങ് വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. റൈറ്റ് വേ, റൈറ്റ് ഡയറക്ഷൻ എടുക്കാമല്ലോ. ഇങ്ങനെ പോയിട്ട് വേണം എടുക്കണമെന്നുണ്ടോ? സോ വാട്ട്സ് യുവർ ഡയറക്ഷൻ ഓഫ് യു? ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയാം. ഞാൻ ഈ നമ്മുടെ അമ്പലത്തിലാണത്, വിളക്കെടുക്കുന്ന അമ്പലമല്ലേ, നമ്മുടെ ജാസി പോയിട്ട് വന്നില്ലേ, കോൺട്രവേഴ്സി ആയിട്ട് വന്നില്ലേ, ആ സ്ഥലത്തിൽ നിങ്ങൾ പോയ എങ്ങനെ ഒരു കോൺട്രവേഴ്സി വരുന്ന നമുക്ക് അറിയും ഇല്ലേ. അപ്പോൾ അങ്ങനത്തെ സ്ഥലത്തിൽ കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുമ്പോൾ നമുക്ക് മീഡിയ ഉണ്ടാവും എന്നുള്ളത് അതെ, അങ്ങനെ ഉണ്ടാവുമ്പോൾ നമുക്ക് പോവാം. അപ്പം ഞാനും പോയിട്ടുണ്ട്. ഞാൻ രഞ്ജുമാരുടെ കൂടെ പോയിട്ടുണ്ട്, എല്ലാവരും കൂടെ പോയിട്ടുണ്ട്. അവരാരും എന്നെ ശല്യം ചെയ്തിട്ടില്ല. അവരെയൊക്കെ ഫോട്ടോ എടുക്കാനും കാര്യങ്ങളും വരുന്നത് എന്നെ പലപ്പോഴും. ഇപ്പം തന്നെ ഞാൻ ദുബായി പോയിട്ട് വന്നു. ഞാനത് പറയണമെന്ന് വിചാരിച്ചിട്ടല്ല. അവിടെ ഒരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടായിരുന്നു. അവർക്ക് എന്നെ മനസ്സിലായിട്ടില്ല, ഞാൻ ആരാണെന്ന്. അവർക്ക് ട്രാൻസ്ജെൻഡർ ആണെന്ന് കൂടെ അറിഞ്ഞിട്ടില്ല. അപ്പോൾ അവർ ചോദിച്ചു അത്രേ, ഇവരാരാണ്? അവർ വിചാരിച്ചു ഞാനൊരു പെണ്ണാണെന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അവർക്ക് തന്നെ ഒരു പെണ്ണായിട്ടിരിക്കുന്നവർക്ക് തന്നെ എൻ്റെ അടുത്ത് ഇങ്ങനത്തെ ഒരു ധാരണ ആരെങ്കിലും ഒരാൾ പറഞ്ഞറിഞ്ഞിട്ടാണ് അവർക്ക് പിന്നെ നമ്മളുടെ അടുത്ത് വരുന്നതെന്നല്ലാണ്ട് ഞാൻ നാച്ചുറലായിട്ട് എനിക്കിത് ഈ പറഞ്ഞ ട്രാൻസ്പോർട്ടിൽ എല്ലാവരുടെയും പോണ സമയത്ത് പലവരും എത്ര കുട്ടികളാണെന്ന് ചോദിക്കും, കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ ചോദിക്കും. എന്നെ ഒരു ട്രാൻസ്ജെൻഡർ, ഞാനതൊരു പെരുമയായിട്ട് പറയല്ല, നമ്മൾ നടക്കുന്ന വിധമാണ്. സോ റെസ്പെക്റ്റ് എന്നുള്ളത് നമ്മൾ ഏൺ ചെയ്യണം. അല്ലാണ്ട് എനിക്ക് തോന്നുന്നു ഇവിടെ ഉള്ള ആൾക്കാർ ട്രാൻസ്ജെൻഡർ ആണെന്ന് പറഞ്ഞു നടക്കൊണ്ടായിരിക്കാം മേ ബി സമൂഹം അവരെ ആ രീതിയിൽ കണ്ടു. ആ ഒരു പ്രിവിലേജ് കിട്ടാൻ പലവരും ആ പ്രിവിലേജിലേക്ക് വന്നിട്ട് തള്ളിയിരിക്കും. അപ്പം എന്തായി, ഇപ്പം ഞാൻ എൻ്റെ പേരിൽ ഇപ്പം നർത്തകി നടരാജ്, അവർ ഒരു വലിയ ഡാൻസർ, പത്മശ്രീ കിട്ടിയവരൊക്കെയാണ്. പക്ഷെ അവരുടെ പേരിന് മുമ്പിൽ എന്താണ്, തിരുനങ്കൈ നർത്തകി നടരാജ്. അതേ പേര് എനിക്കിടാം, മാലികയ്ക്കും ഇടാം. മാലികയ്ക്കും അതിനുള്ള എല്ലാ ക്വാളിഫിക്കേഷനും ഉണ്ട്. ഞാനും അവരും ഒരേ ലെവലിൽ വന്ന ആൾക്കാരാണ്. പക്ഷെ ഞാൻ അവിടെ ട്രാൻസ്ജെൻഡർ മാലിക പണിക്കർ എന്ന് പറഞ്ഞാൽ എവിടെയും പെർഫോം ചെയ്തിട്ടില്ല. ഓക്കെ, ആൻഡ് എവിടെയും ഞാൻ നിങ്ങളെന്നെ ഇവിടെ വന്നിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂസ് എന്തിനാ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെസ്സേജ് ഇപ്പം നമ്മൾ ഹിഡൻ ആയിട്ട് ഇരുന്ന് എനിക്ക് അറിയുന്ന കാര്യങ്ങളൊന്നും ഞാൻ പറയാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് സമൂഹത്തിലേക്ക് ഇതൊന്നും കിട്ടില്ല. ഇപ്പം അതന്നെ ഒരു വലിയ സേവയല്ലേ ഇല്ലേ? അപ്പോൾ അവെയർനെസ് കൊടുക്കുന്നത്, സ്ട്രീറ്റിൽ പോയിട്ടും പോലീസ് എന്നെ അടിക്കില്ല, എന്നെ പോലീസ് അടിക്കാൻ വരാൻ ആലോചിക്കും. എന്തിനാ? നമ്മൾ അങ്ങനത്തെ ഒരു കാര്യത്തിന് ഞാൻ പോയി നിൽക്കൂല്ല. ഇന്നിപ്പോൾ ഞാനും പോലീസ് സ്റ്റേഷനിൽ പോയി നിന്നു, അവർക്ക് എന്നെ ആരാണെന്നും കൂടി മനസ്സിലായിട്ടില്ല. എന്തിനാണ് പോലീസ് സ്റ്റേഷനിൽ പോയത്? എനിക്ക് എൻ്റെ കുടുംബത്തിൻ്റെ ഒരു കാര്യത്തിന് ഒരു പെറ്റീഷൻ കൊടുക്കാൻ പോകണ്ടായിരുന്നു. എനിക്ക് പേഴ്സണലാണ്, പക്ഷേ എൻ്റെ വീട്ടിലേക്ക് എനിക്ക് സെക്യൂരിറ്റി വേണ്ടായിരുന്നു, ചില കാര്യത്തിന് വേണ്ടി ഞാൻ പോയിരുന്നു. പക്ഷെ അവർക്ക് എന്നെ ആരാണെന്നും ഞാൻ സിമ്പിളായിട്ട് എൻ്റെ ഇത്രയും കൂടി ഒന്നും ഉണ്ടാവില്ല, ഞാൻ സിമ്പിളായിട്ട് ഒരു ഇതായിട്ട്. പിന്നെ അവർ എന്തോ അറിയില്ല, എൻ്റെ പേരും മാലിക പണിക്കർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെയുള്ള പോലീസുകാരോ എൻ്റെ പേര് കണ്ടു. പിന്നെയാണ് അവർ വന്ന് പറഞ്ഞത്, ഓ നിങ്ങൾ ഇത്രയൊക്കെ ചെയ്താണ്, പക്ഷെ നിങ്ങളെ കണ്ട അങ്ങനെയൊന്നും തോന്നുന്നില്ലല്ലോ. ദിസ് ഈസ് ഹൗ വി ഹാറ്റ്. ഞാൻ എൻ്റെ പേരിന് ദുഷ്പ്രയോഗം ചെയ്തിട്ടല്ല ഞാൻ എവിടെയും പോയി നിന്നിട്ട് എനിക്ക് ആനുകൂല്യം തരുമെന്ന് ഞാൻ പറഞ്ഞ് ചോദിച്ചു നിൽക്കുന്നത്. നിങ്ങൾക്ക് കിട്ടുന്ന റെസ്പെക്റ്റ് അവരായിട്ട് തരുമ്പോൾ ദാറ്റ് മേക്സ് സെൽഫ് ഹാപ്പിനെസ് കിട്ടും. പുഷ് ചെയ്ത് കിട്ടുന്നത് നിലച്ച് നിൽക്കില്ല. സോ ഞാൻ പഠിച്ച പിന്നെ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. അപ്പോൾ പലവരും ഞാൻ എത്ര നല്ലത് ചെയ്താലും ആരും നല്ലതെന്ന് പറയാണ്ടിരിക്കാൻ ഒരു 10 പേരുണ്ടാവും. കെട്ടത് ചെയ്താലും അതിനും ആൾക്കാരുണ്ടാവും. അപ്പോൾ അതുകൊണ്ട്
നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മുടെ മനസ്സിന് കോൺഷ്യസിനാണ് നമ്മൾ ജീവിക്കേണ്ടത്. ഓക്കെ. അല്ലാണ്ട് ഈ പറഞ്ഞ ആൾക്കാർ എന്ത് പറയുന്നു നമ്മൾ പറഞ്ഞ് ജീവിച്ചുകൊണ്ടിരുന്നത്. അതായത് ട്രാൻസ്ജെൻഡർ എന്നൊരു പേര് മാറ്റിക്കൊണ്ട്, അതായത് എവിടെയും ഞാൻ ട്രാൻസ്ജെൻഡർ ആണ്, എനിക്ക് റെസ്പെക്റ്റ് വേണം എന്നുള്ളത് പറച്ചിൽ വേണ്ട എന്നാണ് മാലിക പറഞ്ഞത്. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ 40 വയസ്സിലല്ലേ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ പെണ്ണായി മാറി വന്നത്. അപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞത് മാലിക 40 വയസ്സിലാണ് വന്നത്, അതുവരെയും എൻ്റെ പഴയ ജീവിതം ഞാൻ ജീവിച്ചു. പക്ഷെ അതിനും ആൾക്കാർ പറഞ്ഞു ഇത്രയും കാലം അത് വെച്ചോണ്ടിരുന്നില്ലേ. പക്ഷെ അതിൻ്റെ സന്ദർഭം നമുക്കുണ്ട്, എപ്പോഴാണ് നമുക്ക് എന്ത് വരും എന്നുള്ളതിനൊരു സമയമുണ്ട്. ഓക്കെ, ഞാൻ എത്രയൊക്കെ തന്നെ ആയാലും എൻ്റെ ജീവിതത്തിൽ ആ 39 വയസ്സിലും ഫുള്ളായിട്ട് മാറിയിട്ടാണ് വന്നത്. ഞാൻ പകുതി അവിടെ പകുതി ഇവിടെ തൊട്ട് പിന്നെ അങ്ങനെയൊന്നും ഞാൻ ചെയ്തില്ല. ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു, പോയി ഫുൾ ഓപ്പറേഷൻ ചെയ്തു. ഒരാളും എന്നെ നോക്കണമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. 15 ദിവസം ഹോസ്പിറ്റലിൽ തങ്ങി, എങ്ങനെ നടന്നു പോയി അങ്ങനെ നടന്നു വന്നു. അങ്ങനെ പലവരും ചെയ്യുന്നില്ല. പക്ഷെ അതിനുള്ളൊരു ഗട്ട്സ് വേണ്ടേ, ലൈക്ക് ഒരു ധൈര്യം. അതിനാണ് പറയുന്നത് എഡ്യൂക്കേഷൻ. പൈസ വേണ്ടേ? പൈസനെ കാട്ടിയും യു മസ്റ്റ് ഹാവ് പ്രോപ്പർ എഡ്യൂക്കേഷൻ, പ്രോപ്പർ അവെയർനെസ്, പ്രോപ്പർ ഗൈഡൻസ്. ഇതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് ആൾക്കാരുടെ അടുത്ത് നിന്ന് വാങ്ങിയിട്ട് പോകണം. ഇതൊന്നുമില്ലാണ്ട് ഇന്ന് ഒരാൾ മീഡിയയിൽ കയറി പറയാണ് ഞാൻ എൻ്റെ ഓപ്പറേഷൻ വെറും പിന്നെ 18,000 ഞാൻ ചെയ്തിട്ടുള്ളൂ എന്നൊക്കെ. ഞാൻ പറയണത് നിങ്ങളത് പറയേണ്ട ആവശ്യം ആർക്കും ഇല്ല. അപ്പോൾ ആൾക്കാരെന്ത് വിചാരിക്കും, 18,000 ചെയ്തതും 1.5 ലക്ഷത്തിന് ചെയ്തതിനും അതല്ല, 1 കോടിക്ക് വീട് വെച്ചവർക്കും 1 ലക്ഷത്തിന് വീട് വെച്ച ആൾക്കാർക്ക് എന്താണ് ട്രീറ്റ്മെൻറ്റ് നിങ്ങൾക്ക് അറിയില്ലേ? അപ്പം അതുപോലെ ആൾക്കാർ അത് താൻ തന്നെയാണ് തൻ്റെ ലൈഫിൽ മണ്ണ് വാരി ഇടുന്നത്. എന്തിനു പറയേണ്ട ആവശ്യം? ആര് ചോദിച്ചു? ഇത് പറയാതെ സ്വന്തമായിട്ട് സ്വന്തം കാര്യം നോക്കി ജീവിച്ചു കഴിഞ്ഞാൽ യാതൊരു പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, നിങ്ങൾ പലപ്പോഴും, ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കണം, നിങ്ങൾ പലപ്പോഴും ഈ സെക്സ് വർക്ക് ചെയ്തത് ഒരു എന്തിനാ പോണത്, അവർ അത് ഇങ്ങനെ ജീവിച്ചൂടെ അങ്ങനെ ജീവിച്ചൂടെ എന്ന് പലവരോടും നിങ്ങൾ ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഐ റിയലി ഫീൽ അതും അവരുടെ പേഴ്സണലാണ്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഇതേ കഴിക്കാൻ താല്പര്യമുള്ളൂ എന്ന് പറഞ്ഞാൽ ആരെന്ത് പറഞ്ഞാലും നിങ്ങൾ അതേ കഴിക്കില്ല. ഞാൻ ചോദിക്കുന്നത്, ഞാൻ അങ്ങനെ ചോദിക്കാനുള്ള റീസൺ അവരത് പോകുന്നു എന്നുള്ളത് കൊണ്ടാണ്. ശരി, എന്നിട്ട് അത്രയും ചോദിച്ചിട്ട് അല്ലല്ല, നിങ്ങൾ പലവരെയും ഇൻ്റർവ്യൂ ചെയ്തു, അവരുടെ ലൈഫ് ഹിസ്റ്ററി എല്ലാവർക്കും അറിയും. പക്ഷേ പലപ്പോഴും ചോദിച്ചപ്പോൾ താൻ എന്താ ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ആരും ഒന്നും വിളിച്ച് പറഞ്ഞില്ല. തൻ്റെ ലൈഫിൽ എന്താണെന്നുള്ള പറയാണ്ട് ഞാനിപ്പോൾ എൻ്റെ ലൈഫിൽ ഇതാണെന്നുള്ള ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? അപ്പം താൻ ഇത് പറയാണ്ട് വന്നിട്ട് ഒരു ഇൻ്റർവ്യൂവിൽ ഇരിക്കണം. അപ്പം തനിക്ക് അത് പറയാൻ എന്താണ് ഗട്ട്സ് ഇല്ലേ? ഇല്ല. എന്തുകൊണ്ടില്ല? അപ്പം ഇൻ്റർവ്യൂവിൽ ഇരിക്കരുത്, ഇരിക്കരുത്. പറയാൻ ധൈര്യമില്ലാത്ത ആൾക്കാർ ഇൻ്റർവ്യൂ കൊടുക്കരുത്. ഇതെല്ലാം ഞാൻ ഇന്ന് റെസ്പെക്റ്റ് ഏൺ ചെയ്യുന്നത് നമ്മൾ പറയുന്ന. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് എന്തിനീ ആൾക്കാർ പോയിട്ട് വിളിച്ചു പറഞ്ഞ് വെറുതെ ആവശ്യമില്ലാണ്ട് എല്ലാം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, മിണ്ടാണ്ടിരുന്നൂടെ? ഇന്ന് പല അവയർനെസ്സും കൊടുത്തു കഴിഞ്ഞു. ഇപ്പം നേരത്തെ പറഞ്ഞ കാര്യത്തിൽ ഞാൻ ചോദിച്ചു എന്നാണ് പറഞ്ഞത്, ഞാൻ സെക്സ് വർക്ക് ചെയ്യുന്ന എന്നുള്ള ചോദ്യം ചോദിച്ചു. അതൊരു പേഴ്സണലുള്ള കാര്യം. അവർ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സെക്സ് വർക്ക് ചെയ്താലാണ് ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോഴാണ് ഞാൻ ബാക്കിയുള്ള ഓപ്ഷൻസാണ് കൊടുക്കുന്നത്. അല്ലാതെ ഞാൻ സെക്സ് വർക്ക് ചെയ്യണല്ലേ, അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണലായിട്ടുള്ള കാര്യം. ഇപ്പോൾ സെക്സ് വർക്ക് ചെയ്തുകൊണ്ട് മാത്രമല്ല ജീവിക്കാൻ പറ്റുക. ഞാൻ പല റീസണിലും പല ആൾക്കാരും പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഈ സെക്സ് വർക്ക് എന്ന് പറയുന്നത് പേഴ്സണൽ ചോയ്സാണ്, പക്ഷെ അത് കാരണം ഒരുപാട് ദോഷങ്ങളുണ്ടാകുന്നുണ്ട്. ഇപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ HIV ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഈസി മണി ആയതുകൊണ്ടാണല്ലോ. വേർപ്പിൻ്റെ അധ്വാനത്തിൽ ജീവിക്കുന്ന ആൾക്കാർ ഒരുപാട് പേര് നമ്മുടെ ചുറ്റുപാടുണ്ടെന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കുമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി കം ടു അവർ ടോപ്പിക്, മല്ലികയുടെ ഫ്യൂച്ചർ എന്താണെന്ന് പറഞ്ഞില്ല. വാട്ട്സ് യുവർ ഫ്യൂച്ചർ പ്ലാൻ? എൻ്റെ ഫ്യൂച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തൊക്കെ ഏൺ ചെയ്തിട്ടുണ്ടോ അത് ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഓക്കെ, എൻ്റെ എഡ്യൂക്കേഷൻ ആയാലും എൻ്റെ ഞാൻ ചേർത്തി വെച്ചിരിക്കുന്ന എൻ്റെ സ്വത്തുകളായാലും ഞാൻ എന്തൊക്കെ എൻ്റെ കയ്യിലുണ്ടോ. ഇതിപ്പോൾ പറയുന്ന എല്ലാവരും പറയും മാലികയുടെ അടുത്ത് കുറേ പട്ടുസാരി ഉണ്ട്, കുറേ ജ്വല്ലറി ഉണ്ട്, കുറേ അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറയാം. പക്ഷെ ഇതെല്ലാം ഒരു അടുത്ത തലമുറയ്ക്ക് നമ്മൾ ആരെടുത്താൽ കൊടുക്കണമെന്ന് പറഞ്ഞാൽ, ഇപ്പം എൻ്റെ സിംഗപ്പൂരിൽ ഒരു വലിയൊരു ഡാൻസർ ഉണ്ടായിരുന്നു. അവർക്ക് മകളും ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു, അവരും കളിക്കുന്നുണ്ടായിരുന്നു. വയസ്സായി, മകൾ മരിച്ചുപോയി. അപ്പോൾ അവരുടെ ജ്വല്ലറി ഇവരെ ജ്വല്ലറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരെ അരങ്ങേറ്റത്തിന്, എൻ്റെ സ്റ്റുഡൻ്റ് അരങ്ങേറ്റത്തിന് പോയി വിളിച്ചു. അവരെന്നെ വലിയ ഇഷ്ടമാണ്. അവർ ഒരു വലിയൊരു ബാഗിൽ നിറച്ച് എനിക്ക് അവരുടെ ഒരു എല്ലാം ഇങ്ങനെ എന്താണെന്നും കൂടി എനിക്കറിയില്ല, ഒരു പൊതി മുഴുവൻ എടുത്ത് എൻ്റെ കയ്യിൽ തന്നു. മാലിക ഇത് പ്രിസർവ് ചെയ്ത് വെക്കണം എന്ന് പറഞ്ഞു.
പക്ഷെ അത് തന്ന് ഞാൻ ഒന്നൊന്നായി തുറന്നു നോക്കുമ്പോൾ എല്ലാം അവരുടെ ഡാൻസ് ജ്വല്ലറി, വെരി വാല്യുബിൾ ജ്വല്ലറി ആയിരുന്നു എൻ്റെ തന്ന്. ഇന്ന് ഞാൻ അതിനെ റിപ്പയർ ചെയ്യാൻ എനിക്ക് ഒരുപാട് പൈസ വേണ്ടി വന്നു. എന്നാൽ എല്ലാം കുറേ പഴയതാണ്. അതെല്ലാം ചെയ്ത് ഇന്ന് ഞാൻ അതിനെ പുതുപ്പിച്ച് എൻ്റെ എത്രയോ കുട്ടികൾക്ക് ഞാനത് യൂസ് ചെയ്തു. അപ്പോൾ അതുപോലെ അവരുടെ അടുത്ത് പഠിച്ച ഒരു ലൈഫിൽ അവരും ഇതുപോലെയാണ്. കുട്ടികളുണ്ട്, എല്ലാം ഉണ്ടായിട്ടും അവരുടെ ജീവിതത്തിൽ അവർക്ക് ലാസ്റ്റ് വരും അവർ തനിയെ ജീവിച്ചു. ആരുമില്ല. മക്കൾ പ്രസവിച്ചിട്ടും കുട്ടികളുണ്ടായിട്ടും പേരക്കുട്ടികളുണ്ടായിട്ടും എല്ലാം ഉണ്ടായിട്ടും അവർ ലാസ്റ്റ് പോകുമ്പോൾ അവർ ഫ്യൂണറലും കാര്യങ്ങളും നടത്തിയത് ഇനിയൊരാൾ കുടുംബത്തിൽ നിന്ന് വന്നിട്ടാണ് ചെയ്തത്. അതും കൂടി അവർ ഹാൻഡ് ഓവർ ചെയ്തിട്ടാണ് പോയത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. എൻ്റെ ജീവിതത്തിലും ഞാൻ അവരുടെ അടുത്ത് നിന്ന് എടുത്ത ഒരു ലെസനാണ്, നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യണ്ട. എനിക്ക് ആരുടെങ്കിലും ഒരാളുടെ അടുത്ത്, പിന്നെ വാല്യൂ അറിയാത്ത ഒരാളുടെ അടുത്ത് കൊടുത്തിട്ട് എന്താ കാര്യം? ഇപ്പം എൻ്റെ റീസെൻ്റായിട്ട് എൻ്റെ പിന്നെ മരുമകന് ഞാനൊരു മോതിരം കൊടുത്തു പറഞ്ഞാൽ വേണം പറഞ്ഞു, ഞാനത് എടുത്തു കയ്യിൽ കൊടുത്തു. ഒരു മരകത്തത്തിൻ്റെ ഒരു മോതിരം ഞാൻ ഇട്ടുകൊണ്ടിരുന്നതാണ് കേട്ടോ, എൻ്റെ ഇതിന് വേണ്ടി. അപ്പം അവൻ ഉണ്ടാക്കണം പറഞ്ഞപ്പോൾ ഞാൻ ശരി ഇട്ടോട്ടെ, ഞാൻ ഒരു താല്പര്യത്തിന് വേണ്ടിയിട്ട് ഫുള്ളായിട്ടൊന്നും അല്ല കൊടുത്തത്, പക്ഷെ എന്നാലും അവനെ മനസ്സിലാക്കാൻ വേണ്ടി കൊടുത്തു. അവനതിനെ കൊണ്ടുപോയി 1.5 ലക്ഷത്തിന് വിറ്റു. ഇതാണോ ഇങ്ങനെയുള്ളൊരു സ്വന്തത്തിലുള്ള ഒരാൾക്ക് വേണ്ടിയിട്ട് ഞാൻ കൊടുക്കണോ? കൊണ്ടുപോയി വിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് കൊടുത്തത്. ഒരു ജെസ്റ്ററാണ്, ഒരു ജെസ്റ്റർ. അടുത്ത തലമുറയ്ക്ക് അത് എടുത്ത് വെക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് കഷ്ടം വന്നാൽ വിൽക്കണം എന്ന് പറയാം. പക്ഷെ ഇപ്പോൾ ആ ഒരു കഷ്ടം ഇല്ലാത്ത സമയത്ത് അത് കൊണ്ട് വെക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ എൻ്റെ മേലെ അത്രേ വാല്യൂ ഉള്ളൂ. അപ്പോൾ ഞാനത് സിംഗപ്പൂരിലിരുന്നു, എൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്ന സാധനങ്ങൾ പറയാൻ പറ്റില്ല, അത്രയും സാധനങ്ങളാണ് എൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ ഞാൻ ചേർത്ത് വെച്ചിരിക്കുന്നത്. ആൻറ്റിക് പീസസും അതും ഇതും ഒക്കെ പറഞ്ഞിട്ട് കളക്ഷൻസ്. അവിടെ കോവിഡ് സമയത്ത് എനിക്ക് വന്നിരിക്കുന്ന ഒരു സിംഹസ്വപ്നം എന്ന് പറഞ്ഞില്ലേ, പല ദിവസം ഞാൻ ഉറങ്ങിയിട്ടില്ല. അഥവാ ഞാൻ പോയി മരിച്ചു, 3 ദിവസം കഴിഞ്ഞിട്ട് ആൾക്കാർക്ക് അറിയുള്ളൂ. എന്താണ് അത്രയും ആരും വന്നിട്ട് നിങ്ങളെ വാതിൽ തട്ടി എന്താ ചെയ്യണമെന്ന് ആരും ചോദിക്കുന്ന അങ്ങനത്തെ ഒരു അല്ലല്ല, അങ്ങനെയാണ് സിംഗപ്പൂരിൽ. അപ്പോൾ അഥവാ ഞാൻ അങ്ങനെ വന്നിട്ട് അറിഞ്ഞാലും അവിടുന്ന് എൻ്റെ സാധനങ്ങൾ എടുക്കാൻ ഈ നാട്ടിൽ നിന്ന് ഒരാൾക്ക് വരാൻ പറ്റില്ല. ഫസ്റ്റ് വിസ വേണം, രണ്ടാമത് എൻ്റെ വീട്ടിൽ കയറാൻ അവർക്ക് പ്രൂഫ് വേണം, പിന്നെ ഈ സ്വത്തുകളൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എടുത്തിട്ട് പോകണം. അപ്പോൾ ഇതൊന്നും ഇല്ലാണ്ടിരുന്നാൽ അത് ഒരാൾക്കും കിട്ടില്ല. ഞാൻ എന്ത് വെച്ചിരിക്കണമെന്നും കൂടി അറിയില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ അതിനെല്ലാം കൊണ്ടുവന്ന് ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ജീവനോടെ ഇരിക്കുമ്പോഴും നല്ലതായിട്ടിരിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ആൾക്കാരെ നോക്കിയിട്ട് എൻ്റെ ഡാൻസിൻ്റെ ഫയൽ തന്നെ എത്രയോ ഉണ്ട് ഞാൻ കമ്പോസ് ചെയ്ത് വെച്ചത്. സിംഗപ്പൂർ കംപ്ലീറ്റ്ലി ഡ്രോപ്പ് ചെയ്യാണ് അങ്ങനെ ഞാൻ പറയില്ല. എന്താണ് അത് എനിക്ക് സിറ്റിസനും എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു അംഗീകാരമാണ്. സിംഗപ്പൂരിനെ ഞാൻ പൂർണ്ണമായിട്ടും ഞാനിത് ചെയ്യുന്നില്ല. പക്ഷെ സിംഗപ്പൂരിലും ഒരു വലിയൊരു കാര്യമുണ്ട്. അവിടെ ഞാൻ പോയ സമയത്ത് ആർട്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരുടെ സിംഗപ്പൂരിൻ്റെ പേരെടുക്കാൻ ആർട്സ് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ചൈനീസ്, ഇന്ത്യൻ, മലേ ഇങ്ങനെ പറയുള്ളൂ. അല്ലാണ്ട് ഭരതനാട്യം, മോഹിനിയാട്ടം അങ്ങനെയൊന്നുമില്ല. ഇന്ത്യൻ കാറ്റഗറി എല്ലാം ഇന്ത്യനാണ്. അപ്പോൾ അവിടെ ആ സമയത്ത് പ്രൊമോഷൻ ഉണ്ടായിരുന്നു, ഒരുപാട് കാര്യങ്ങൾ അവർ ഗ്രാൻഡ് കൊടുത്തൊക്കെ ചെയ്തു. പക്ഷേ ഇപ്പോൾ അവരുടെ ഡൈവേർഷൻ മാറി. അപ്പം എനിക്ക് അവിടെ ചെയ്യാനൊന്നുമില്ല. ആകെ 58-60 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ പേര് നമ്മളിപ്പോൾ കുടത്തിൻ്റെ മേലെ കവിഞ്ഞ പോലെ ഞാൻ എടുത്തു കഴിഞ്ഞു. ഇന്ന് അവിടെ ഇരുന്ന് ഞാൻ എന്ത് ചെയ്യാനാണ്? അവിടെ ചെയ്ത ഒന്നും ഇന്ത്യയിൽ അവർ അംഗീകരിക്കില്ല, ആർക്കും അറിയൂല. അപ്പം ഞാനിവിടെ വന്നിട്ട് എന്നെ മാത്രം അറിയും, പക്ഷെ ഞാൻ ചെയ്ത വർക്ക് അറിയില്ല. അപ്പോൾ അതെന്തെങ്കിലും ഞാനിവിടെ കൊടുത്തിട്ട് പോയില്ലെങ്കിൽ അതൊരു വലിയ നഷ്ടമല്ലേ? അത് മാത്രമല്ല, എനിക്ക് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്കോ സൊസൈറ്റിക്ക് നമ്മൾ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങി വരണം. ആരും എൻ്റെ അടുത്തേക്ക് വരില്ല. നമ്മൾ മറ്റുള്ളവർക്ക്, പാവപ്പെട്ടവർക്കും അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാർക്ക് നമ്മൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമ്മൾ അവരുടെ അവിടേക്ക് പോകണം. അതെങ്ങനെ പോകും? ലൈക്ക് സോഷ്യൽ മീഡിയ ത്രൂ ആണ് അല്ല, സോഷ്യൽ മീഡിയ ഈസ് ഓൺലി എ മീഡിയ ടു പീപ്പിൾ ടു ഗീവ് റെക്കഗ്നിഷൻ. ഇപ്പം ഞാൻ ഒരു സ്ട്രേഞ്ചറായിട്ട് അവിടെ പോവുകയാണെങ്കിൽ എനിക്ക് മതിപ്പ് കിട്ടില്ല. ആരാ നീയാ എന്ന് ചോദിക്കും. ഇതേപോലെ രഞ്ജുമാർ പോകണം, ഒരു പാവപ്പെട്ടവരെ വീട്ടിനുള്ളിലേക്ക് പോകുമ്പോൾ അവരെ രഞ്ജു ആരാണെന്ന് അറിയും. ഞാനൊരു എക്സാമ്പിൾ പറയണം, അവരുടെ റിയാക്ഷൻ എങ്ങനെയുണ്ടാവും? ഒരു വണ്ടർ
വണ്ടർ മാത്രമല്ല അവർക്കൊരു ഒരു ഭയങ്കര സർപ്രൈസ് ആയിട്ടുണ്ടാവും. രഞ്ജു വന്നല്ലോ, രഞ്ജു നമുക്ക് സഹായിച്ചല്ലോ എന്ന്. അപ്പം ഇതിനും നമ്മൾക്ക് ഒരു പേര് വേണം. അങ്ങനെയാണോ നമ്മൾ ശരിക്കും ചെയ്യേണ്ടത്? അങ്ങനെയാണ് എല്ലാവരും ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ വലം കൈ കൊടുക്കുന്ന ഇടം കൈക്ക് അറിയാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ അവന് മദർ തെരേസ ഉണ്ടാവാൻ പാടില്ലല്ലോ. അങ്ങനെ നോക്കണമെങ്കിൽ നമ്മുടെ മാതാ അമൃതാനന്ദമയി ഉണ്ടാവാൻ പാടില്ല, സായിബാബ ഉണ്ടാവാൻ പാടില്ല, ഇന്ന് മോദി ചെയ്ത കാര്യങ്ങൾ ആർക്കും അറിയാൻ പാടില്ല. ഒരാൾക്ക് നമ്മുടെ കേരളത്തിൽ തന്നെ എത്രയോ പേര് വലിയ വലിയ ആൾക്കാരുണ്ട്. അങ്ങനെ ഇത്ര വലിയ വലിയ ആക്ടേഴ്സ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. അവർ ചെയ്യുന്ന ചാരിറ്റിയും കാര്യങ്ങളൊക്കെ വലം കൈയും ഇടം കൈയും അറിയാണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും മിണ്ടാണ്ടിരിക്കുന്നുണ്ടോ? എല്ലാം പുറത്ത് വരുന്നില്ലേ? അപ്പൊ അതുപോലെ തന്നെയാണ്. സി, ഇറ്റ് ഈസ് നോട്ട് സംതിങ് വിച്ച് യു ആർ ഡിക്റ്റേറ്റഡ്. എങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ദാനം ചെയ്ത മഹാബലി അന്നത്തെ കാലത്ത് തന്നെ ദാനം കൊടുക്കാൻ ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്ന ഒരാളായതുകൊണ്ടാണ് ഇന്ന് വരെ നമ്മൾ ഓണം കൊണ്ടാടുന്നത് അല്ലേ? അപ്പൊ അയാൾ ഒന്നും കൊടുക്കാത്ത ഒരാളാണെങ്കിൽ അത് ഓണം എന്ന കൺസെപ്റ്റ് ഉണ്ടാവും, കഴിഞ്ഞില്ലേ? അപ്പൊ അതുപോലെ തന്നെ ഇവിടെ ഇതാണ്, ഇങ്ങനത്തെ ചിട്ടയാണ്. നിങ്ങളൊരു മീഡിയയിലും ഇതിലും ഫേമസ് ആണെങ്കിൽ ഓട്ടോമാറ്റിക് നിങ്ങൾക്കൊരു അപ്ഗ്രേഡാണത്. മനസ്സിലായുള്ളൂ? അത് ഞങ്ങൾ ആരും ചെയ്തു വെച്ചതല്ല, അത് കേരളത്തിൻ്റെ ഉള്ളിൽ. ഞാൻ അതുകൊണ്ടാണ് കേരളത്തിൽ ജീവിക്കാൻ എന്തുകൊണ്ട് പണ്ട് വരാണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാം ഒരു ആർട്ടിഫിഷ്യൽ ബന്ധാവാണ്. ദറ്റ് ഈസ് പണം എന്തുണ്ടോന്നൊന്നുമില്ല. വീട്ടിൻ്റെ ഉള്ളിൽ വീട് വെളിയിൽ നന്നായിട്ടുണ്ടാവണം. വീട്ടിൻ്റെ ഉള്ളിൽ എന്താ ചെയറുണ്ട്, എന്താ വീട്ടിൻ്റെ ഉള്ളിൽ ഉള്ളതൊന്നും ഒരു ചെയറും കൂടി ഉണ്ടാവില്ല, ഒരു പ്ലാസ്റ്റിക് ചെയർ ആയിട്ടുണ്ടാവും വീട്ടിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക. പക്ഷേ വെളിയിൽ കാണുമ്പോൾ വലിയ മാളിക പോലെ ഉണ്ടാവണം. വെളിയിലുള്ള ആൾക്കാരും നമ്മളെക്കുറിച്ച് നല്ലത് പറയണം. ഒരു കെട്ടിച്ചമക്കലാണ് മൊത്തത്തിൽ. അതാണ് പറയണത്. യെസ്, ഇറ്റ് ഈസ് എ ഫേക്ക് അപ്രിസിയേഷൻ. അപ്പോൾ ഞാനിവിടെ വന്നിട്ടുണ്ടെങ്കിലും ഫേക്ക് അപ്രിസിയേഷൻ അല്ല, ഞാൻ ചെയ്തു വെച്ചിട്ട് തന്നെയാണ് ഞാൻ ചില കാര്യത്തിന് വരുന്നത്. പക്ഷെ എൻ്റെ കാര്യത്തിന് ആൾക്കാർ എന്നെ അറിഞ്ഞില്ലെങ്കിൽ ഞാനത് പറയില്ലേ, ദൈവം വന്നിട്ട് പിന്നെ പിച്ചക്കാരനായിട്ട് വന്നിട്ട് ഒരാൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് വരുമ്പോൾ അയാൾ പറയും നീ പിച്ചക്കാരൻ്റെ, ഞാനൊന്നും വാങ്ങില്ല. ബെൻസിൽ വന്ന് ഇറങ്ങണം, ഇല്ലെങ്കിൽ ഐരാവതത്തിൽ വന്ന് ഇറങ്ങണം, ഇല്ലെങ്കിൽ വലിയ പിന്നെ പുഷ്പവിമാനത്തിൽ വന്നിൽ ഇറങ്ങിയാലേ അവരുടെ അടുത്ത് ആൾക്കാർ വിശ്വസിക്കുള്ളൂ. അങ്ങനെയായി. ഇപ്പം ദൈവം തന്നെ എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടാൽ നീ നാടക കമ്പനിയിൽ നിന്ന് വന്നതാണെന്ന് നമ്മൾ ചോദിക്കും. അത് നമ്മുടെ മലയാളികളുടെ ഒരു മലയാളി എന്നല്ല, അല്ല, നമ്മൾ നേരെ തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ എത്ര കാശുണ്ടെങ്കിലും അവർ സിമ്പിളായിട്ടുള്ള ഒരു ലൈഫാണ്. ഞാൻ ഇപ്പോൾ അതുകൊണ്ട് തന്നെയാണ് സിംഗപ്പൂരിൽ ഒരു എക്സാമ്പിൾ പറയട്ടെ. സിംഗപ്പൂരിൽ 10ൽ ഒരാൾ മില്യനറാണ്. 10ൽ ഒരാൾ മില്യനർ, ഒരു 20-25 പേര് ബില്യനേഴ്സാണ്. എൻ്റെ ബിൽഡിങ്ങിൽ തന്നെ, ഒരേ ബിൽഡിങ്ങിൽ ഡിഫറെൻറ്റ് റിലീജിയസ് ആൾക്കാർ താമസം. ആരാണ് മില്യനർ, ആരാണ് മില്യനർ അല്ലാത്ത നമുക്കറിയില്ല. മിനിസ്റ്റേഴ്സ് എൻ്റെ തൊട്ടിരുന്ന് കോഫി ഷോപ്പിൽ ഇരുന്നിട്ട് അവർ കാപ്പി കുടിക്കും. മിനിസ്റ്റേഴ്സ്, ഇക്വാലിറ്റി, എല്ലാവരും ഒരേപോലെ. അവർ ഒന്നും ഡിസ്റ്റർബ്, നമ്മളെ കണ്ടിട്ടുണ്ടെങ്കിൽ ഹലോ ഹൗ ആർ യു നമ്മൾ സംസാരിച്ചിട്ട് പോകും. അങ്ങനെ എവിടെയും കണ്ടിട്ടുണ്ടോ? ഇല്ല. അങ്ങനെയാണ് അവിടെ നമ്മൾ. അതുകൊണ്ട് ഞങ്ങളൊക്കെ അവിടെ വലിയ സെലിബ്രേറ്റ് ചെയ്യുന്ന കാര്യം, ഞങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു പിന്നെ ബോഡി ഗാർഡോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്കില്ല. ആവശ്യമുള്ളൂ ശരിക്കും പറഞ്ഞാൽ. നമ്മുടെ പ്രസിഡന്റ് ആയിട്ട് നിന്ന നാഥൻ സാറ്, ഹീ വാസ് സച്ച് എ ഡൗൺ ടു എർത്ത് പേഴ്സൺ. ഞാൻ ഒരു സീസണിൽ ഡിസംബറിൽ ഉണ്ടാവുന്ന സമയത്ത് അവിടുത്തെ പാക്ഷരട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടൽ ചെന്നൈയിലുണ്ടായിരുന്നു. അവിടെ എപ്പോഴും വരും. അവിടെ ഒരു പെർട്ടിക്കുലർ റെസ്റ്റോറൻറ്റ് ഉണ്ട്. അവിടെ പോയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ആൾ വന്ന്. അപ്പം ഞാൻ എന്നെ അറിയും, എന്താണ് നമ്മൾ ഡാൻസ് സർക്കിളിലുള്ളതും ഞാൻ കളിക്കണതുകൊണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഉള്ളിലേക്ക് വരുമ്പോൾ സാറും വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഉടനെ അവിടുന്ന് സാധാരണ ഒരു പ്രസിഡന്റ് ഓഫ് സിംഗപ്പൂർ അവിടുന്ന് നേരെ ഹൗ ആർ യു ഫൈൻ, ആർ യു ഡാൻസിങ്? He recognized you. Yeah. See, this is how they, അതൊരു കാഷ്വൽ. ഇത്ര അവരുടെ കൂടെ ബോഡി ഗാർഡ് ഉണ്ടായിരുന്നു, 1-2 പേരുണ്ടായിരുന്നു. പക്ഷെ അവർ നടന്ന് നമ്മുടെ അടുത്തേക്ക് വരും. ഞാൻ അങ്ങോട്ട് പോകണം എന്നുള്ള അതും കൂടി. അവർക്ക് നമ്മളപ്പോൾ സംസാരിക്കണമെങ്കിൽ അവരത് വയസ്സും ഉണ്ടായിരുന്നു. അതാ പറയണത്, ഡൗൺ ടു. ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മുടെ ലൈഫിലും അതൊരു എക്സാമ്പിളായിട്ട് എടുക്കണ്ടേ. ഇന്ന് ഞാൻ ട്രാൻസ്പോർട്ടിൽ ട്രാവൽ ചെയ്യുന്നു. ഞാൻ ഇവിടെ വന്നത് തന്നെ ബസ്സിലാണ് വന്നത്, നോർമൽ ബസ്സിലാണ്. എന്തിനറിയോ, ഞാൻ ഈ പറഞ്ഞ വലിയ വലിയ ഫസ്റ്റ് ക്ലാസ്സിൽ ട്രാവൽ ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് എ സിയിൽ ട്രെയിനിൽ തന്നെ ഫസ്റ്റ് ക്ലാസ്സിൽ പോകാൻ എനിക്കിഷ്ടമല്ല. ബിക്കോസ് അവിടെയുള്ള 4 പേര് എല്ലാം ഒരു കമ്പ്യൂട്ടർ അത് ഇതൊക്കെ വെച്ചുകൊണ്ടിരിക്കും. അതേപോലെ തന്നെയാണ് ഫ്ലൈറ്റിൽ പോകുമ്പോഴും. ബിസിനസ് ക്ലാസ്സിൽ പോയാൽ എനിക്ക് ഒരാളോട് സംസാരിക്കണ്ട. ഫസ്റ്റ് ക്ലാസ്സിൽ പോയാൽ ഒട്ടുമില്ല. ഐ എം സോറി, ഫസ്റ്റ് ക്ലാസ്സിൽ പോയാൽ ഒട്ടുമില്ല.
എല്ലാം ഷീൽഡ് ഇട്ട് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ട് അവരെ കമ്പ്യൂട്ടറും വെച്ചുകൊണ്ടിരിക്കും. പക്ഷെ അതേ ഒരു എക്കണോമിയിൽ പോയി കഴിഞ്ഞാൽ മിറ്റിയാത്ത എത്രയോ പേരുണ്ടാവും. ഈവൻ എയർ ഹോസ്റ്റസ് കൂടെ നമ്മുടെ അടുത്ത് മിങ്കിൾ ചെയ്യും. ദേ ഷെയർ മെനി തിങ്സ്. ഇത്രയും കാര്യം നടക്കണ്ടായിരുന്നു. അപ്പോൾ എനിക്കിതൊക്കെ നോക്കുന്ന സമയത്ത് ജീവിതത്തിൽ നമ്മൾ പലതും കിട്ടാം. ഇപ്പോൾ പറഞ്ഞില്ല, മദർ തെരേസയ്ക്ക് എന്തുകൊണ്ട് ഇന്നും ഇത്രയും റെസ്പെക്റ്റ് കിട്ടിയെന്ന് പറഞ്ഞാൽ അവർ ഡൗൺ ടു എർത്ത് ആൾക്കാരുടെ ഇടയിൽ പോയി നിന്ന് പഴകാനും പാവപ്പെട്ടവരുടെ കൂടെ നിൽക്കാനും അവരുടെ കൂടെ ഇരിക്കാനുള്ള ഒരു അവസരം. ഇന്ന് മാതാ അമൃതാനന്ദമയ്ക്കും അതേ തന്നെയാണ് കൾച്ചർ. ഈ കൾച്ചർ ആൾക്കാർ ഫോളോ ചെയ്ത് ഡൗൺ ടു എർത്ത് ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാവരും നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുള്ളൂ. പക്ഷെ നമ്മുടെ നാട്ടിലൊരു കൺസെപ്റ്റ് കാശുള്ളവന് റെസ്പെക്ട് കൊടുക്കുക, കാശില്ലാത്തതിന് റെസ്പെക്ട് ഇല്ല എന്നുള്ള സെറ്റപ്പിലാണ്. അത് മാറ്റാമല്ലോ, മാറ്റിയെടുക്കാൻ പറ്റും. പറ്റില്ലേ? പറ്റുമോ? ഇപ്പോൾ ഇന്ന് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ പലതും എന്നെ ഒരു എക്സാമ്പിളായിട്ട് ആൾക്കാർ എടുത്തിട്ടുണ്ട്. രഞ്ജുമാറാവട്ടെ, അല്ലെങ്കിൽ ഇപ്പം അതുപോലെയുള്ള സ്റ്റേറ്റസിൽ എത്രയോ പേര് എടുത്തിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും ഇപ്പോൾ മലിക്ക് പോലും ഒരു ഓട്ടോറിക്ഷക്കാരനിൽ നിന്ന് മോശമായിട്ട് അതൊരു പഠനമാണ്. ഇതുകൊണ്ട് ഞാൻ അവെയറായി. അടുത്ത പ്രാവശ്യം ഐ നോ ഹൗ ടു ടാക്കിൾ ഒരു തെറ്റിനെ കണ്ട് നമ്മൾ പേടിക്കാൻ പാടില്ല. ആ തെറ്റിനെ എങ്ങനെ റിസോൾവ് ചെയ്യണമെന്ന് കണ്ടുപിടിക്കണം. ജീവിതത്തിൽ നമ്മൾ പോരാടണം. എന്തിനും. ഇപ്പം ഞാൻ അവിടെ ഇത്രയും കാലം ഞാൻ സുഖമായിട്ട് സിംഗപ്പൂരിൽ എനിക്ക് ഒരു കഷ്ടമില്ലാണ്ട് ഞാൻ നന്നായി ജീവിച്ചു. എന്നെ ആരൊന്നും പറയാനൊന്നുമില്ല. അതെനിക്കൊരു ജീവിതമായിരുന്നില്ല. ഐ ഫൈൻഡ് ദറ്റ് ഈസ് ബോറിങ്. ഇൻഡിപെൻഡൻറ്റ് ലൈഫ് ഈസ് ബോറിംഗ് എന്നാണ് പറയുന്നത്. ഇൻഡിപെൻഡൻറ്റ് ലൈഫല്ല. നമ്മൾക്ക് മനുഷ്യന്മാർ നീ എങ്ങനെയുണ്ടെന്ന് ചോദിക്കാനോ ഒരു ചിരിക്കാനോ ആൾക്കാർ കൂടെ ഇല്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതം? അതന്നെയല്ലേ ഇന്ന് കേരളത്തിൽ അത്ര വീട്ടിലും അച്ഛനമ്മമാർ തനിയെ എല്ലാ മക്കളും പോയി കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്ത് വലിയ വലിയ വീട് കൊടുത്തിട്ടുണ്ട്, പണം കൊടുത്തിട്ടുണ്ട്, പിന്നെ നോക്കാൻ ആൾക്കാരൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവർക്ക് ഒരു ചിരിക്കാനുള്ള ആളില്ല. സോ ഹൗ യു ഗെറ്റിംഗ് ആ ഒരു ചോദ്യം കിട്ടാനായിട്ട് എന്താണ് ഒരു മാർഗം കണ്ടുപിടിക്കുന്നത്? ഞാൻ ട്രാവൽ ചെയ്യും. എന്നെ അറിയാത്തത് കൊണ്ട് സ്ട്രീറ്റിലേക്കൊക്കെ ഞാൻ തനിയെ നടന്നു പോകണം. ഒറ്റയ്ക്ക് നടക്കാൻ പേടിയാണെന്നല്ലേ? അത് രാത്രിയല്ലേ? രാത്രി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പിടിച്ചോളും നിങ്ങൾ. രാത്രി നടക്കുന്ന സ്ഥലത്തിന്റെ കാര്യങ്ങൾ അറിയണം. രാവിലെ നേരത്തെ എവിടെ നടന്നാലും ആരും ഒന്ന് മാർക്കറ്റിനുള്ളിൽ നടക്കാനോ ഇല്ലെങ്കിൽ നമ്മുടെ എല്ലാവരും വിചാരിക്കും വലിയ വലിയ ബ്രാൻഡഡ് ഷോപ്പിൽ പോയാൽ മാത്രമേ നമുക്ക് എന്തും കിട്ടുള്ളൂ എന്നുണ്ട്. ആക്ച്വലി ഹോൾസെയിൽ ഷോപ്പ് നമ്മുടെ നാട്ടിൽ എന്തൊക്കെ ഉണ്ട്, എവിടെയൊക്കെ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയില്ല. ചെന്നൈൻ്റെ ഉള്ളിൽ എത്ര ഹോൾസെയിൽ ഷോപ്പിൽ നിന്നാണ് ഞാൻ സാധനങ്ങൾ വാങ്ങണമെന്നറിയോ? പറയാൻ പണമുണ്ട്, പക്ഷെ പണത്തിന് നമ്മൾ പ്രോപ്പറായിട്ട് ചിലവാക്കണം. ഒരു ബാർഗെയിൻ ചെയ്ത് മേടിക്കുമ്പോൾ കിട്ടുന്ന സുഖം ബാർഗെയിനല്ല, എനിക്കിഷ്ടമാണ്. ഞാൻ സെയിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ വാങ്ങുള്ളൂ. പക്ഷെ ഞാൻ വാങ്ങുമ്പോൾ നല്ല സാധനങ്ങൾ സെയിലിൽ വാങ്ങും. അതേ ഫുൾ പ്രൈസ് കൊടുത്ത് വാങ്ങണതിൻ്റെ പ്രൈസിൽ ഞാൻ 4 എണ്ണം സെയിലിൽ വാങ്ങാം. അപ്പോൾ എനിക്ക് 4 ഡ്രസ്സ് ഇടാം ഇല്ലേ? അപ്പോൾ എന്തിനാപ്പോൾ ഞാൻ സെയിലിൽ പോയിട്ട് ഇത്രയും പൈസ കൊടുത്ത് വാങ്ങണ്ട? ബ്രാൻഡഡ് തന്നെ അങ്ങനെ തന്നെ ഞാൻ വാങ്ങുക. യൂറോപ്പിലും അതിൻ്റെ ഫുൾ പ്രൈസ് കൊടുത്ത് വാങ്ങാൻ പോയിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നഷ്ടമാണ്. സ്വർണ്ണമല്ലല്ലോ, സ്വർണത്തിന് അതെ വിലയാവും പറയാം. അപ്പം അതുപോലെ മറ്റതിനൊന്നും വാല്യൂ വരില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ എന്താ പറയണ പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമ്മുടെ എഡ്യൂക്കേഷൻ എന്തുണ്ടോ, ജീവിതത്തിൽ കിട്ടുന്ന പല എക്സ്പീരിയൻസിനെയും നമ്മൾ തിരിച്ച് പ്രയോജിക്കണം. മറ്റുള്ളവർക്ക് നമ്മളത് ഷെയർ ചെയ്യുകയും വേണം. എല്ലാവർക്കും നല്ല വഴി കാണിച്ചു കൊടുക്കണം. എടുക്കുന്നു എടുക്കാത്തത് അവരുടെ ഇഷ്ടം. ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ ആരോടും ഞാൻ പറയും. എനിക്കിപ്പോൾ ഇതിൽ എന്നെ ആരെന്ത് പറഞ്ഞു ആരും എൻ്റെ എതിരാളിയല്ല. എന്നോട് വെല്ലുവിളിച്ച ആൾക്കാരോട് ഞാൻ പറയും, ഞാൻ അവരോട് ഞാൻ ഒരു കാലത്തിൽ എന്നെ പറഞ്ഞു, ഞാൻ നാളെ എപ്പോഴെങ്കിലും ജാസിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പോയിട്ട് അവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്ത് ഞാൻ എൻ്റെ എന്താണ് ഇത് കൂട്ടാൻ വേണ്ടി ഞാൻ നിൽക്കുന്നൊക്കെ ആൾക്കാർ എന്നോട് തോന്നുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനത്തെ ഒരു ആവശ്യം എനിക്കില്ല. എന്താ പറഞ്ഞാൽ ഞാൻ എൻ്റെ ലെവല് വെറും ഈ മീഡിയയിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് തൻ്റെ പേരെന്താണ്? ഇൻഫ്ലുവൻസർ. വാട്ട് ഇൻഫ്ലുവൻസർ? ഹൂ ഈസ് ഇൻഫ്ലുവൻസർ എന്ന് പറയാൻ? നോണ പറയുന്നവരാ ഇൻഫ്ലുവൻസർ? താൻ കാണിക്കുന്ന കാട്ടുകൂത്തങ്ങളൊക്കെ വന്നിട്ട് ഇപ്പോൾ ഗർഭമായി എന്ന് പറയണോ? എനിക്കറിയും ഗർഭമാവോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയും. അതൊക്കെ തന്നെയാണ് നമ്മുടെ അടുത്ത് പഠിക്കാനുള്ള കാര്യങ്ങൾ. സീനിയർ എന്ന് പറഞ്ഞിട്ട് വെറുതെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇതുപോലത്തെ ആൾക്കാർ പറയുമ്പോൾ ഞാൻ പല സ്ഥലത്തും ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാൻ റേസ് ചെയ്തിട്ടുണ്ട്. ആൾക്കാർക്ക് അതിൻ്റെ അവയർനെസ് കൊടുത്തിട്ടുമുണ്ട്.
ഓക്കെ.